കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. പ്രിയമുള്ളവരെ, ഞാനൊരു മദ്യാസക്തൻ. ദൈവാനുഗ്രഹത്താലും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മയിലായിരിക്കുന്നുകൊണ്ടും ഇന്നത്തെ ദിവസം മദ്യവെച്ചിട്ടില്ല. എൻ്റെ പേര് വിജയൻ. ഹായ് വിജയൻ മാഷേ. ഹായ് ഹായ് പരിപാടി. ഇന്നൊരു നല്ല ദിവസമാണ്. ഇപ്പൊ ഒരു ചെറിയ ഒരു ടെൻഷനിലാണ് ഞാൻ ഉള്ളത്. ഒരു മദ്യാസക്തൻ കുറെ കാലം മീറ്റിങ്ങിൽ വന്നുകൊണ്ടിരുന്നു. ഞാൻ പോകുന്ന ഗ്രൂപ്പിലാണ്. അപ്പോൾ ഒരു 3 മണിയായപ്പോൾ അദ്ദേഹം എന്നെ വിളിക്കണു, മാഷെ ഞാൻ മാല ഇട്ടിട്ടുണ്ട്, ഞാൻ ചെറിയൊരു പ്രശ്നത്തിലാണ്, മാഷെ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എവിടെയുള്ള? അവനൊരു 10 കിലോമീറ്റർ അപ്പുറത്താണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ എൻ്റെ വീട്ടിലേക്ക് വാ, നമുക്കൊന്ന് കാണാം, സംസാരിക്കാമെന്ന് പറഞ്ഞു. മാല ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. അവനൊരു 6 മണിക്ക് വരാമെന്ന് പറഞ്ഞൊരു 7:30 ആയപ്പോൾ ഒന്ന് നല്ല ഫിറ്റാ. ഞാൻ കുറച്ചു നേരം സംസാരിച്ചു. അപ്പൊ അവനൊന്നും അങ്ങോട്ട് കേൾക്കണില്ല. അപ്പൊ അവൻ ബൈക്കിനാ വന്നത്. ബൈക്ക് എടുത്ത് നീ പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ബൈക്ക് നീ ഇവിടെ വെക്ക്. ഞാൻ അവനെ ഒരു കുറച്ച് ദൂരെ അവനൊരു ഓട്ടോ വിളിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ദൂരത്തിൽ ഓട്ടോ കിട്ടുന്ന സ്ഥലം വരെ ഞാൻ എൻ്റെ കാറിൽ അവിടെ കൊണ്ടാക്കി, അവിടെ ഇറക്കി വിട്ട്, നീ ഒരു ഓട്ടോ വിളിച്ചു പൊക്കോന്നും പറഞ്ഞ് വണ്ടി എൻ്റെ വീട്ടിൽ വെച്ചിട്ട് അവനെ കൊണ്ടാക്കി. പോണ വഴിക്ക് അവൻ പറയാം, എന്നെ തിരിച്ചു കൊണ്ടുപോകും, ഞാൻ ബൈക്ക് എടുത്ത് പോക്കളാന്ന്. അപ്പൊ ഏതായാലും അവനെ ഞാൻ അവിടെ ഒരു ഓട്ടോയിൽ എടുത്ത് ഇറക്കിയിട്ട് ഞാനങ്ങ് പോകുന്നു. എന്താക്കിയെന്നൊരു പിടിയില്ല. അപ്പൊ നമ്മളൊരു സഹായത്തിന് നിന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ സഹായിക്കാന്ന് പറഞ്ഞു, ഞാൻ സഹായിച്ചു. പക്ഷെ അവൻ ആ സഹായം ആവശ്യമില്ല. കാരണം അവൻ എൻ്റെ അടുത്ത് വരുമ്പോൾ മാലയിട്ട് കറുപ്പ് കൊടുത്തിട്ട് അവൻ കുടിച്ചിട്ടാ വന്നു. ഓക്കെ, ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫീലിംഗ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതായാലും ഇങ്ങനെയും ആൾക്കാർ, അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ച് നോക്കിക്കഴിഞ്ഞപ്പോ അവന് മദ്യപാനല്ല യഥാർത്ഥ പ്രശ്നം, അവൻ്റെ സൈക്കാട്രി പ്രോബ്ലം ഉണ്ട്. ഞാൻ പറഞ്ഞു, ട്രീറ്റ്മെന്റിന് പോകണം എന്തായാലും, അല്ലാതെ രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ്, ആയിക്കോട്ടെ നാളെ പോവാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ വണ്ടി സ്റ്റാർട്ടാക്കുന്നത്. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എങ്കിലാണ്. എങ്കിൽ എന്ന തടവറയിൽ നിന്ന് മോചനം. ശരിക്കും മദ്യാസക്തിയുടെ ഒരു മാരകമായ ഒരു അവസ്ഥ നമ്മളിങ്ങനെ നേരിൽ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്ന് തിരിച്ചറിയണം. ഈ മാരകമായ ഈ രോഗത്തിനോട് തൽക്കാലം ടാറ്റ പറഞ്ഞിരിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഈ ചങ്ങാതി കുടിച്ചു, കുറെ കാലം കുടിക്കാതെ ഇരുന്നിട്ട് കുടിച്ചത് വളരെ ചെറിയൊരു സംഭവത്തിനാണ്, വളരെ ചെറിയ, ഞാൻ വളരെ എന്താ പറയാ, കുടിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവമല്ല. പക്ഷെ കുടിക്കണം എന്ന ഉള്ളിൽ ഉള്ള വല്ലാത്ത ആഗ്രഹത്തെ തടയാൻ ആ ഒരു ചെറിയൊരു ആഗ്രഹത്തിന് പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും കുടിച്ചുപോയി. ശരിക്കും ഇതിനകത്ത് നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ വലിയ പ്രശ്നമാണ്. അതിലൊരു ചെറിയ പ്രശ്നമാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തിരിക്കുന്ന എങ്കിൽ എന്നുള്ള പ്രശ്നം. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിന്റെ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്താണ്. നമുക്ക് ബാക്കിയുള്ള ഭാഗത്തേക്ക് പോകാം. പക്ഷെ അപ്രകാരം സുബോധമുള്ളവരായി തുടരുമ്പോൾ ഞങ്ങളിൽ ചിലരെ പുതിയൊരു വെളിപാട് അസുഖകരമായ ശബ്ദത്തോടെ മുഖത്തടിക്കുന്നു. കുടിക്കുന്ന കാലയളവിലെ ആ പഴയ എങ്കിൽ സ്വഭാവം ഞങ്ങൾ അറിയാതെ കുടിക്കാത്ത അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റാണത്. ഈ കുടിക്കുന്ന കാലയളവില് നമ്മളുടെ ഒരു സ്വഭാവ സവിശേഷത കുടി അങ്ങ് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാറുമെന്നാണ് നമ്മൾ പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത്, വീട്ടുകാരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ കുറേ കാലം ഒരു സ്ഥിരമായ ഒരു ക്യാരക്ടർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് കുടി അങ്ങോട്ട് മാറ്റി വെച്ചാലും ആ ക്യാരക്ടർ അത് അവിടെ തന്നെ നിൽക്കും. ആ സ്വഭാവം അത് അങ്ങനെ അവിടെ നിൽക്കുകയാണെങ്കിൽ ഏത് നിമിഷവും കുടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന കൂട്ടായ്മയിൽ ഈ 12 പടികൾ പറയുന്നത്. 12 പടികൾ ഈ പറയുന്ന നമ്മളുടെ സ്വഭാവ സവിശേഷതകളിൽ നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നവയൊക്കെ എടുത്ത് പുറത്തേക്ക് കളയാനുള്ള തീവ്രമായ ശ്രമമാണ്. ശരിക്കും ഒരു സൈക്കോ തെറാപ്പിയാണ്.
ആ തെറാപ്പിയിലുള്ള ആ സ്റ്റെപ്പിലൂടെ നമ്മൾ കടന്നു പോയിട്ടില്ലെങ്കിൽ 1-ാം പടിയും 12-ാം പടിയും മാത്രം ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ സ്വഭാവ വൈകല്യങ്ങൾ അത് ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കുറെ കാലം കുടി തുടങ്ങിയ ആ സമയം മുതൽ നമ്മൾ ചില ന്യായീകരണത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്ന കുറെ കാരണങ്ങളുണ്ട്. അതെല്ലാം അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഓരോ ആൾക്കാരെ കുറിച്ചുള്ള അഭിപ്രായവും അവിടെ കിടപ്പുണ്ട്. ഓരോ സംവിധാനത്തെ കുറിച്ചുള്ള നിലപാടും അവിടെ കിടപ്പുണ്ട്. അതൊന്നും മാറുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ചെറിയൊരു ഇഷ്യൂ വരുമ്പോഴേക്കും, സുബോധത്തിന് തകരാറാവുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴേക്കും ഈ പഴയ ആ മനസ്സിൽ കിടക്കുന്ന ആ ചിന്ത ഉണർന്നെണീക്കുകയും കുടിക്കാനുള്ള ആഗ്രഹം വല്ലാതെ ആവുകയും ചെയ്യും. അപ്പൊ അവിടെ നമ്മുടെ ഉള്ളിലേക്ക് എന്തൊക്കെയാണ് കടന്നു പോകേണ്ടത്, എന്താണ് ഉള്ളിലുള്ളത്, ഉള്ളിൽ എങ്കിൽ എന്നുള്ളൊരു സംഗതി കിടക്കുന്നുണ്ടെങ്കിൽ, അത് ആ കള്ളു കുടിക്കുന്ന സമയത്ത് ആണ് കുറെ കള്ളുകൂടി നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞ അതാണ് എങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഒക്കെ ഞാൻ കൂടി നിർത്താമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് കൂടി നിർത്തി കഴിഞ്ഞാലും ഈ എങ്കിൽ അവിടെ തന്നെ കിടക്കും. എങ്കിൽ സ്വഭാവം ഞങ്ങൾ അറിയാതെ കുടിക്കാത്ത അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. അത് കുടിക്കാതിരിക്കുന്ന അവസ്ഥയിലെ ചിന്തയിലേക്ക് സ്വയം കൂട്ടുചേർന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആ ചിന്ത അവിടെ നിന്ന് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്തു, കുടിക്കാത്ത അവസ്ഥയിലേക്ക് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തു. ബോധപൂർവമല്ലാതെ സുബോധാവസ്ഥയ്ക്ക് ഞങ്ങൾ ഓരോരോ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിരിക്കുന്നു. സുബോധം നിലനിൽക്കണമെങ്കിൽ വീണ്ടും അങ്ങനെ വേണം, ഇങ്ങനെ വേണം, എല്ലാവരും അങ്ങനെ ചെയ്യണം, ഓരോ ഗ്രൂപ്പും അങ്ങനെ ആയിരിക്കണം, ആൾക്കാരെല്ലാം നല്ല സ്വഭാവമായിരിക്കണം, മീറ്റിങ്ങിൽ വരുന്ന ആൾക്കാരൊക്കെ ഒരുമാതിരി എന്താ പറയാ ഒരു പറയുന്ന ആൾക്കാരാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് അവിടെയൊക്കെ 10-20 വർഷമായിട്ടുള്ള ആൾക്കാരാണ് ഞെളിഞ്ഞ് നടക്കുന്നു. ഞാൻ പാന്റ് ഇൻ ചെയ്താണ് സാധാരണ എത്രയോ വർഷമായിട്ട്. ഞാൻ എൻ്റെ ഡ്രസ്സിങ് രീതി എന്ന് പറഞ്ഞാൽ പാന്റ് ഇട്ട് കഴിഞ്ഞാൽ അന്നേരം ഷർട്ട് എടുത്ത് ഇൻ ചെയ്യും. അപ്പൊ ഒരാൾ പറഞ്ഞു, ഓ അയാളൊക്കെ ഇൻ ചെയ്ത് വന്ന കണ്ടു കഴിഞ്ഞാൽ എന്താണ് വലിയ എന്തോ ഒരു സംഭവം പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വന്ന് കഴിഞ്ഞിട്ട് അവിടെയും ഈ നെഗറ്റീവാണ് കാണുന്നത്. ഒരാള് എങ്ങനെ സംസാരിക്കുന്നു അല്ലെങ്കിൽ അയാളുടെ അനുഭവം എന്താണ്, ഇതൊന്നും അല്ല കേൾക്കുന്നത് അവിടെ. അതായത് ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുടി നിർത്തിയതിനു ശേഷമുള്ള ക്യാരക്ടർ ഒന്നല്ല. ഈ ഒരു ക്യാരക്ടർ നേരത്തെ ഉണ്ട്, എല്ലാത്തിലും കയറി ഒരു നെഗറ്റീവ് കാണാൻ. അത് കൂടി നിർത്തിയാലും ഉണ്ടാവും. ഇപ്പൊ ഒരു മീറ്റിങ്ങിന് വരുന്ന 10-20 പേരുണ്ടെങ്കിൽ 20 പേരും 20 ക്യാരക്ടർ ആയിരിക്കും. ഓരോന്നിനെയും അവർ 20 തരത്തിലാണ് കാണുന്നത്, എല്ലാത്തിനെയും. അതുകൊണ്ട് അനുകൂലമായി കാണുന്നവരൊക്കെ വളരെ കുറവായിരിക്കും. ഈ പറഞ്ഞ രീതിയിൽ ഓരോരുത്തരും അവരവർ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ, പല ആൾക്കാരും അത് ചിലപ്പോൾ തിരിച്ചറിയും, അത് ശരിയല്ല, അത് മാറണം എന്ന് തിരിച്ചറിഞ്ഞ് മാറ്റുന്നവരുണ്ട്. ഇനി അത് അവിടേക്ക് നോക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോകും, പക്ഷെ അവിടേക്ക് നോക്കൂല. ഇങ്ങനെ നോക്കുന്ന ആൾക്കാർ ഒക്കെ അവർക്ക് കിട്ടുന്ന ഒരു ഗുണമാണ് അടുത്ത ഖണ്ഡികയിൽ പറയുന്നത്. ബോധപൂർവമല്ലാതെ സുബോധാവസ്ഥയ്ക്ക് ഞങ്ങൾ ഓരോരോ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിരിക്കുന്നു. മറ്റെല്ലാ കാര്യങ്ങളും ശരിയായി പോകുന്നെങ്കിൽ, ഒന്നും തലതിരിഞ്ഞ് പോകുന്നില്ലെങ്കിൽ സുബോധം നല്ല കാര്യമാണെന്ന് ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നു. സുബോധത്തോടുകൂടി നിൽക്കുക എന്നുള്ളത് നല്ല കാര്യം ആവണമെങ്കിൽ എന്ത് വേണം? എല്ലാ കാര്യങ്ങളും നന്നായി നടക്കണം. ഈ സുബോധം കിട്ടുന്നതോടുകൂടി, കള്ളുകൂടി നിർത്തുന്നതോടുകൂടി എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായി എന്നാണ് പല ആൾക്കാരും വിചാരിക്കുന്നത്. ശരിക്കും അന്നേരമാണല്ലോ ഓരോരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങി. അതിനു മുമ്പ് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല. പ്രശ്നങ്ങൾ വന്നപ്പോൾ 2 അടിച്ച് അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടുക ചെയ്ത്. കള്ളുകൂടി അങ്ങ് നിർത്തി കഴിയുമ്പോൾ ആണ് ജീവിതം എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ്. ഈ മേഖലയെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സിമ്പിൾ അല്ല ജീവിതം. ഞാന് ഈ ഗ്രൂപ്പിലാണോ എന്ന് അറിയില്ല പറഞ്ഞത്, ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഞാൻ പറയാറുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സർക്കാരിന്റെ വകുപ്പുകളാണ്. ജീവിതം എന്ന് പറയുന്നത്, നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് സർക്കാരിന്റെ വകുപ്പുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വിദേശകാര്യ വകുപ്പുണ്ട്. അയൽപക്ക ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ നിലനിർത്തേണ്ട ചുമതല ഒരു കുടുംബനാഥനുണ്ട്. ഇപ്പൊ വിദേശകാര്യ വകുപ്പ്, ആഭ്യന്തര വകുപ്പുണ്ട്, വീട്ടില് ക്രമസമാധാനം ഉണ്ടാക്കേണ്ട വകുപ്പ്, വീട്ടില് ഭക്ഷ്യ വകുപ്പുണ്ട്, അതിന്റെ കാര്യങ്ങൾ നോക്കണം, വീട്ടിൽ ആരോഗ്യ വകുപ്പുണ്ട്, അതിന്റെ കാര്യങ്ങൾ നോക്കണം,
വീട്ടില് ഇലക്ട്രിസിറ്റി ഉണ്ട്, കുടിവെള്ളം ഉണ്ട്, എന്തിനു പറയുന്നു, കൃഷിയുണ്ട്, മൃഗസംരക്ഷണമുണ്ട്, ഗതാഗതമുണ്ട്, IT ഉണ്ട്, അവസാനം ബീവറേജ് വരെയുള്ള വകുപ്പുകൾ, വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്, പിന്നെ കുടുംബക്ഷേമം. ഇല്ലാത്ത വകുപ്പുകളൊന്നുമില്ല. ഇത്രയും ഏരിയ എന്ന് പറയുന്നത് ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത്, ഇതൊക്കെ ചെറുപ്പത്തിലേ അറിയായിരുന്നെങ്കിൽ ഈ കുടുംബമായിട്ട് ചിലപ്പം കല്യാണം കഴിച്ചു കൂടുമൊന്നുമില്ല. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, അതിൽ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തത്തില് നമ്മൾ അല്പം പിന്നോക്കം പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷെ ആർക്കെങ്കിലും ഒരു സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ, ആരോഗ്യവകുപ്പിൽ എന്തെങ്കിലും തകരാറുണ്ടായി കഴിഞ്ഞാൽ നമ്മളാകെ ടെൻഷനായി. എന്തിനു പറയണു, ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിൽ പ്രശ്നമായി, ഒരു ദിവസം വെള്ളം ഇല്ലെങ്കിൽ പ്രശ്നമായി, വണ്ടിയിൽ പെട്രോൾ ഇല്ലെങ്കിൽ പ്രശ്നമായി, ടയർ പഞ്ചറായ പ്രശ്നമായി, മൊബൈലിൽ റീചാർജ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമായി, കുട്ടികൾക്ക് പനി പിടിച്ചാൽ പ്രശ്നമായി, അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ലേ പ്രശ്നമായി, 5 പൈസ കയ്യിലില്ലാതായി കഴിഞ്ഞാൽ പ്രശ്നമായി. ഇപ്പൊ അല്ലെങ്കിൽ അയൽവക്കക്കാരെ കിട്ടുന്ന പിണങ്ങിയാൽ പ്രശ്നമായി എന്ന് വേണ്ട. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന മേഖലകൾ എന്ന് പറയുന്നത് ഒരുപാട് മേഖലകളിലുണ്ടാവും. അപ്പൊ ഇതിൽ എല്ലാ മേഖലയിലും സംതൃപ്തരായിട്ടുള്ള ആൾക്കാർ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഏതെങ്കിലും മേഖലയിൽ അല്പം മുന്നോട്ട് നിൽക്കും എന്നുള്ളതല്ലാതെ എല്ലാ മേഖലയിലും ആവില്ല. അപ്പൊ ആ മേഖലയിൽ അവർക്ക് നേരിടുന്ന സംഭവങ്ങൾ അവർക്കൊരു പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ജീവിത പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. അതിങ്ങനെ ഒരു മേഖലയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ശരിയാക്കി വരുമ്പോഴത്തേക്കും അടുത്ത മേഖലയിൽ പ്രശ്നങ്ങൾ വരും. അപ്പൊ ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ കുടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. അപ്പൊ കള്ളുകൂടി നിർത്തി കഴിയുമ്പോൾ ആൾക്കാർ പലരും വിചാരിക്കുന്നത് കുടി നിർത്തി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും സോൾവ് ആയി. ഈ പ്രശ്നമൊക്കെ ആര് പരിഹരിക്കും? ഇങ്ങനെ ഓരോ മേഖലയിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ നേരിടണം, അതിനെ നമ്മൾ ഫേസ് ചെയ്യണം, എന്നിട്ട് അതിനെ പരിഹരിക്കണം, മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴോ അപ്പോഴേക്കും അടുത്ത പ്രശ്നം വരും, മറ്റേ മേഖലയിൽ പ്രശ്നം ഉണ്ടാവും. ഓരോ മേഖലയിലും എന്തെങ്കിലും സംഭവങ്ങൾ ഇല്ലാതെ ഒരു ദിവസം പോലും പുലരുന്നില്ല, അത് അവസാനിക്കുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, സോൾവ് ചെയ്യുക, പ്രശ്നങ്ങൾ ഉണ്ടാവുക, സോൾവ് ചെയ്യുക, ഇതാണ് യഥാർത്ഥത്തിൽ ജീവിതം. ഇതിന്റെ ഒരു അവസാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത അവസാനം വരെയാണ്. അതുവരെ നമ്മൾ ഇത്തരം പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഈ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് അത് കുടിക്കാനുള്ള ഒരു ഒഴിവാണെങ്കിലോ അയാൾക്ക് നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ കണ്ടീഷൻ വെക്കാൻ പോകുന്ന ആൾക്കാര്, അത് അങ്ങനെയാണെങ്കിൽ ഞാൻ കുടിക്കാതിരിക്കാം എന്നുള്ള കണ്ടീഷൻ വെക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഇതിന്റെ അകത്തുനിന്ന് മോചനമല്ല. കാരണം പ്രശ്നങ്ങളില്ലാതെ വന്നിരുന്ന ഞാൻ കുടിക്കാണ്ടിരുന്നേനെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും കുടിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്നും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം നമ്മൾ ചിലപ്പം ബാക്കി ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ നോക്കിയിട്ടായിരിക്കും പറയാം അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അവർക്ക് ഏതെങ്കിലും ഒരു മേഖലയിലായിരിക്കും, 2 മേഖലയിലായിരിക്കും പ്രശ്നം. ഒന്ന് ഉണ്ടാവാതിരിക്കുക, ചിലപ്പോൾ സാമ്പത്തിക കാര്യത്തിലായിരിക്കും, അല്ലെങ്കിൽ ആരോഗ്യ കാര്യത്തിലായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളൊക്കെ നന്നായി പഠിക്കുന്ന കാര്യത്തിലായിരിക്കും ഉണ്ടാവുക. ബാക്കി എന്തൊക്കെയോ കാര്യങ്ങളിൽ അവരും പ്രോബ്ലം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ പ്രോബ്ലം ഇല്ലാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറ്റ ബ്ലണ്ടറാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒന്നെങ്കിൽ ഉണ്ടാക്കി വെച്ച ഫുഡ് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇത്രയും പ്രശ്നമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒന്നും തലതിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ സുബോധം നല്ല കാര്യമാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു മണ്ടൻ ചിന്തയാണ്. അങ്ങനെ എല്ലാം നേരെയായിട്ട് നമുക്ക് കുടിക്കാതിരിക്കാനുള്ള ഒഴിവ് നമുക്ക് കിട്ടിയത്. ഫലത്തിൽ നമ്മൾ മദ്യാസക്ത രോഗത്തിന്റെ സ്ഥായിയായ ജൈവ രസതന്ത്ര സ്വഭാവത്തെ അവഗണിക്കുന്നു. മദ്യാസക്ത രോഗത്തിന്റെ സ്ഥിരമായ ഒരു സ്വഭാവമുണ്ട്. അത് ഒരു പുലിയെ പോലെ എന്ന് വേണേൽ പറയാം. അത് ഉള്ളിൽ പതുങ്ങിയിരിക്കുന്നുണ്ട്. ഏത് സമയവും അത് ആക്രമിക്കാം. ഇപ്പോൾ നമ്മൾ അതിനെ മയക്കി കടത്തിരിക്കുകയാണ്. ഇപ്പോൾ അത് ആക്രമണം നടത്തുന്നില്ല. കാരണം നമുക്ക് ബോധമുള്ള സമയത്ത് അത് ആക്രമിക്കില്ല. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ അല്പം വീക്കാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് സടകുടഞ്ഞ് എഴുന്നേറ്റ് ആക്രമണം നടത്തും. അതാണ് ഈ മദ്യാസക്ത രോഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളുടെ രോഗം ഒരെങ്കിലിനെയും ബഹുമാനിക്കുന്നില്ല, ഒരെങ്കിലും നമ്മൾ പറയുന്നില്ല. കാരണം അങ്ങനെ പറയാൻ ആരെങ്കിലും ഒഴിവൊഴിവ് കാണുന്നുണ്ടെങ്കിൽ അവരവരുടെ സുബോധാവസ്ഥയ്ക്കാണ് കത്തി വെച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതൊരിക്കലും ഒരാഴ്ചത്തേക്കോ ഒരു ദിവസത്തേക്കോ ഒരു മണിക്കൂറിലേക്കോ അപ്രത്യക്ഷമായി നമ്മളെ സാധാരണ വ്യക്തികളാക്കുന്നില്ല. സാധാരണ വ്യക്തിയായിട്ട് നമ്മൾ ഈ കുടിക്കാത്ത
മദ്യം ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയെ പോലെ ഒരിക്കലും നമ്മൾ ആവുന്നില്ലല്ലോ. നമ്മളുടെ ശരീരം ജൈവ രസതന്ത്ര പ്രക്രിയ കഴിഞ്ഞ് വേറെ ഒരു രൂപത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് കുടിക്കാത്ത ഒരാളുടെ ശരീരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം, കുടിക്കാത്തവർക്ക്. പക്ഷെ അത് നമുക്ക് പറ്റൂല. കാരണം നമ്മളുടെ കുടിയുടെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് എവിടെ നിന്നും വരാം. അതൊരെങ്കിൽ മതി. ഏതെങ്കിലും ഒരു കാരണത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ന്യായീകരണം മതി. ഏതെങ്കിലും ഒരു അസുലഭ മുഹൂർത്തത്തിലോ അല്ലെങ്കിൽ അസാധാരണ കാരണങ്ങളാലോ സാധാരണ രീതിയിൽ മദ്യപിക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഇന്ന് ലോകത്ത് കണ്ടുപിടിച്ചിട്ടുമില്ല. സാധാരണക്കാരെ പോലെ കുടിക്കാനുള്ള ഒരു ഭാഗ്യം. കാരണം നമ്മള് അങ്ങനെ ആയി, നമ്മളുടെ ശരീരം സൃഷ്ടിക്കപ്പെട്ടത് അങ്ങനെയാണ്. പിന്നെ അത് അങ്ങനെ ആയി പരിണമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ ശരീരം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സാധാരണക്കാരെ പോലെ കുടിക്കാൻ പറ്റുന്ന ഒരു ശരീരമല്ല നമുക്കുള്ളത്. ജീവിതത്തിൽ ഒരു തവണ മാത്രമുള്ള ആഘോഷമാണെങ്കിലും അതിന് ഒഴിവുകഴിവിലും പറഞ്ഞ കുറെ സംഗതി ഉണ്ട്. അതായത് ഓണത്തിനല്ലേ, ഓണമല്ലേ, ഓണം കൊല്ലത്തിൽ ഒന്നല്ലേ വരുന്നു, ന്യൂ ഇയർ കൊല്ലത്തിൽ ഒന്നല്ലേ വരുന്നുള്ളൂ. അതുകൊണ്ട് ആ ഒരു ദിവസം കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോ ഒരു തവണ മാത്രമുള്ള ആഘോഷമാണെങ്കിലും വലിയ ദുഃഖം വന്നു ഭവിച്ചാലും, അപൂർവമായി വന്ന വലിയൊരു ദുഃഖമാണെങ്കിൽ പോലും, തിരുവനന്തപുരത്ത് മഴ പെയ്താലും കണ്ണൂരിൽ നക്ഷത്രങ്ങൾ പൊഴിഞ്ഞു വീണാലും കുടിക്കാൻ സാധ്യമല്ല. ഒരു തവണ മാത്രമുള്ള ആഘോഷമാണ് എപ്പോഴും കുടിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ അങ്ങനെയാണുള്ളത്. അത് എന്താ പറയാ, തെളിയിക്കപ്പെട്ടാൽ മാത്രം വിശ്വസിക്കുന്ന ചില ആൾക്കാർ. ചില കാര്യങ്ങൾക്ക് ഒരു ശാസ്ത്രീയമായി തെളിവുകൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ദൈവത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഇതും ചില ആൾക്കാർ ശാസ്ത്രീയമായി ചോദിക്കുന്ന ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ ദൈവം എവിടെ ഉണ്ട്? അങ്ങനെയാണെങ്കിൽ ദൈവം എന്ത് ചെയ്യണ്ട്? അങ്ങനെയാണെങ്കിൽ ദൈവം അങ്ങനെ ചെയ്യുന്നുണ്ട്? ഇതിനൊക്കെ കുറെ ശാസ്ത്രീയമായി ഉന്നയിക്കുന്ന വാദം ഉന്നയിക്കുന്ന ആൾക്കാർ ഏലല്ല കള്ളു കുടിക്കുന്ന സഭയിൽ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം അതിന് കുറെ അങ്ങനെയുള്ള സമയത്ത് ഈ നിരീശ്വരവാദ പോയിന്റുകൾ മാത്രമാണ് പല ആൾക്കാരും വായിക്കുക. അങ്ങനെ ആയിരുന്നെങ്കിൽ, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇങ്ങനെ ആവുമായിരുന്നില്ലല്ലോ. ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് എങ്കിൽ ദൈവത്തിന് അറിയില്ലേ ഞാൻ കുടിക്കാൻ പാടില്ല എന്നുള്ളത്? കുടിക്കുന്ന തെറ്റാന്ന് ദൈവത്തിന് അറിയില്ലേ? അപ്പൊ ദൈവം എന്നോട് പറഞ്ഞുകൂടെ? ദൈവം അങ്ങ് തീരുമാനിച്ചുകൂടെ? അപ്പൊ ഞാൻ കുടിക്കുമോ? ഞാൻ കുടിക്കണം എന്നാണ് ദൈവം തീരുമാനിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്. അപ്പൊ അങ്ങനെ ദൈവത്തെ കുറിച്ചുള്ള ഓരോ കാഴ്ചപ്പാടും എല്ലാം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുടിയെ ന്യായീകരിക്കുന്ന കുടിയന്മാരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഈ കുടിക്കാനുള്ള ന്യായീകരണത്തില് ഈ പറഞ്ഞ കാരണങ്ങളൊന്നും പെടില്ല. നമ്മളെ സംബന്ധിച്ച് മദ്യാസക്ത രോഗത്തിന് ഉപാധികളില്ല. എന്ത് വില കൊടുത്താലും ആ രോഗത്തെ അതിലംഘിക്കാനുള്ള ഔഷധക്കൂട്ട് ലഭിക്കുകയുമില്ല. ഇവിടെ ഒരു തരം വിശ്വാസം, ഒരു പരിപൂർണ വിശ്വാസം, പരിപൂർണ കീഴടങ്ങൽ, അത് നമ്മൾ എത്രമാത്രം ശക്തമായി നടത്തുന്നുവോ അത്രമാത്രം നമ്മൾ സുരക്ഷിതരാണ്. മദ്യം എനിക്ക് പറ്റില്ല, എൻ്റെ ശരീരത്തിന് മദ്യം യോജിക്കില്ല, എൻ്റെ ശരീരത്തിന് മദ്യം അലർജിയാണ്, ചേന ചെത്തിയാൽ ചൊറിയുമെന്നത് പോലെ ഈ സാധനം കുടിച്ചാൽ എൻ്റെ ശരീരത്തിന് അത് അലർജി ഉണ്ടാക്കുന്നു, അതുകൊണ്ട് ആ സാധനം എനിക്ക് പറ്റില്ല. ഈ ഒരു ചിന്ത അത് നമ്മൾ രൂപീകരിക്കാതെ എന്തുകൊണ്ട് എനിക്കത് പറ്റില്ല, അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്, അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലാതെ ഇത് നിയന്ത്രിച്ചു കുടിക്കാൻ എനിക്ക് പറ്റും എന്ന് ഞാൻ ഒരുപാട് തവണ തെളിയിച്ചിട്ടുള്ളതാണ്. ഞാൻ കുടിക്കുന്ന സമയത്ത് എത്രയോ തവണ ഞാൻ 2 or 3 അടിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്, എനിക്ക് അതിന് സാധിക്കും. പക്ഷേ ഞാനന്ന് ഓവറായി കുടിച്ചു പോയത് അങ്ങനെ ആയതുകൊണ്ടാണ്, കുറെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ചിട്ട് എനിക്ക് ഇങ്ങനെ നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റും എന്ന് വിചാരിച്ച് പിന്നെയും കുടിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. ഇവിടെ നമ്മൾ ഉറപ്പിച്ച് ധാരണ ഉണ്ടാവേണ്ട ഒരു സാധനം,
ഈ ഇത് എനിക്ക് അലർജിയാണ്, എന്റെ ശരീരത്തിന് പറ്റില്ല എന്ന് 100%. അതിനിപ്പോ യുക്തിയുടെ ഭാഗമായിട്ടൊന്നും പോണമെന്നില്ല. നമുക്ക് വേണ്ടത് നല്ല ജീവിതമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നമ്മൾ ഇതിനെ വലിയ അതിന്റെ ശാസ്ത്രീയമായ അടിത്തറയിലേക്കൊന്നും പോവാതെ തന്നെ ഈ ഒരു വിശ്വാസം പൂർണ്ണമായും അത് അംഗീകരിച്ച് അങ്ങോട്ട് സ്വീകരിച്ച് നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് സുഖമായിട്ട് പോകാം. അതല്ല, ഇയാള് വിശകലനം ചെയ്ത് ഇയാള് പുറകോട്ട് തിരിഞ്ഞു നോക്കി ഓവറായിട്ട് കുടിച്ച സന്ദർഭങ്ങളൊക്കെ മറ്റെന്തോ കാരണങ്ങളൊക്കെ കണ്ടെത്തി ന്യായീകരിച്ച് നിൽക്കുന്ന സ്വഭാവക്കാര് അധികം കാലമൊന്നും ഇതിൻ്റെ അകത്ത് നിന്നിട്ടില്ല. അവര് തിരിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും സുഖകരമായ എളുപ്പമായ ഒരു മാർഗം എന്ന് പറയുന്നത് എനിക്കത് പറ്റില്ല, എന്ത് വില കൊടുത്താലും ആ രോഗത്തെ അതിലംഘിക്കാനുള്ള ഔഷധക്കൂട്ട് ലഭിക്കുകയുമില്ല. അതങ്ങനെ പൂർണ്ണമായും ഒരു സറണ്ടർ ചെയ്ത് കീഴടങ്ങി എന്നിട്ട് നിൽക്കുകയാണെങ്കിൽ അത് നമ്മൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കണം. അത് ചിന്തിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുകയും വേണം. അങ്ങനെ നമ്മൾ ഈ ബോധ മനസ്സ്, അതായത് ആത്മാർത്ഥമായി ചിന്തിക്കണം. ആത്മാർത്ഥമായി ചിന്തിച്ച് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താ ഗുണം? അത് നമ്മുടെ ഉള്ളില്, നമ്മുടെ ഉള്ളറയില് അത് സേവ് ചെയ്യപ്പെടും. അതല്ലെങ്കിൽ നമ്മുടെ ബോധ മനസ്സിൽ മാത്രം ഇത് നിൽക്കും, മദ്യം എനിക്ക് പറ്റില്ല. പക്ഷെ ഉള്ളിലോ, ഉള്ളിൽ നേരെ വിപരീതമായ ഒരു ചിന്തയായിരിക്കും ഉണ്ടാവുക. രസകരമായി കുടിച്ച കുറേ അനുഭവങ്ങളാണ് നമ്മളുടെ മനസ്സിന്റെ നിറഞ്ഞു നിൽക്കുന്നത്. ഈ ജ്ഞാനം നമ്മളുടെ മജ്ജയിൽ അലിഞ്ഞു ചേരാൻ കുറെ സമയമെടുത്തേക്കാം. മജ്ജയിൽ അലിഞ്ഞു ചേരുക എന്നിവിടെ ഉദ്ദേശിച്ചത് നമ്മളുടെ മനസ്സിന്റെ അഗാധ തലങ്ങളാണ്, അതിസൂക്ഷ്മ മനസ്സിലാണ് അത് വരേണ്ടത്. എനിക്ക് മദ്യം പറ്റില്ല എന്നുള്ളത്, അങ്ങനെ പറ്റില്ല എന്നുള്ളത് ചിലപ്പോൾ കുറെ സമയമെടുത്തേക്കാന്നൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. സമയമല്ല യഥാർത്ഥത്തില്. കുറെ ഇപ്പൊ എത്ര വർഷം കഴിഞ്ഞ ആൾക്കാരുണ്ട് ഇതിനകത്ത് പിന്നെ കുടിച്ചു പോയെ. അപ്പൊ അവർക്കൊക്കെ സമയം കിട്ടിയിട്ടുണ്ട്. സമയം കുറച്ചാണ് പോലും നമ്മൾ അതിനെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ നിരന്തരം നമുക്കൊരു കമാൻഡ് കൊടുക്കുക. സെൽഫ് അഫർമേഷൻ എന്ന് പറയും. ഞാനൊരു മദ്യാസക്തനാണ്. അതിനു വേണ്ടിയിട്ടാണ് മീറ്റിംഗിൽ ചെല്ലുമ്പോൾ നമ്മളിവിടെ ആദ്യം പരിചയപ്പെടുത്തുന്നത് പോലും ഞാനൊരു മദ്യാസക്തൻ. ഈ മദ്യാസക്തൻ എന്ന് പറഞ്ഞ് വെറുതെ നാവ് കൊണ്ട് പറയല്ല വേണ്ടത്, നമ്മൾ ഉള്ളിലേക്കാണ് പറയേണ്ടത്. ആ പറയുന്ന സമയത്ത് തന്നെ എൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു മദ്യാസക്ത രോഗിയാണ് എന്ന് ഉള്ളിൽ നിറഞ്ഞുകൊണ്ട് ഇത് പറയണം. അത് ഈ ഏതെങ്കിലും മീറ്റിങ്ങിൽ നിൽക്കുമ്പോൾ മാത്രമല്ല ഇത് പറയേണ്ടത്. അല്ലാത്ത സമയത്തും വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഞാനൊരു മദ്യാസക്ത രോഗിയാണ് എന്നുള്ള ഒരു ചിന്ത നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക്, അതായത് മജ്ജയിലേക്ക് അലിഞ്ഞു ചേരുക എന്ന് പറഞ്ഞ പോലെ ഉള്ളറകളിലേക്ക് എത്തിപ്പെടും. അങ്ങനെ എത്തിപ്പെടാൻ കാലതാമസം വേണമെന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു കാലതാമസത്തെക്കാൾ ഉപരി നമ്മളുടെ ഡെഡിക്കേഷനാണ് അതിനകത്ത്, ആത്മാർത്ഥതയാണ്. നമ്മള് ഈ ഒരു സംഗതിയെ വിശകലനമില്ലാതെ തന്നെ നമ്മളതിനെ പൂർണ്ണമായിട്ടുമുള്ള ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ തലത്തിലേക്ക് നമ്മൾ പറയും. വിശ്വാസം എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഇപ്പൊ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഈ പുറമേ കാണുന്ന, മനസ്സിൽ കാണുന്നതല്ല വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം നമ്മളുടെ ഉള്ളിലാണ്. ഈശ്വരനിലുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ. ഒരാളെ വിശ്വസിക്കുന്നത് എങ്ങനെയാ? ഒരാളെ ആയാലും എന്ത് സംഗതി ആയാലും നമ്മൾ വിശ്വസിക്കുന്നത് അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിൽ നിന്നുള്ള ഒരു പ്രതികരണമാണ്. അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ ലെവലിലേക്ക് ഈ മദ്യാസക്തി എന്ന് പറഞ്ഞ രോഗത്തെയും നമുക്ക് എത്തിക്കണം. ഈ ഏയിൽ വന്ന ആദ്യ കാലങ്ങളിൽ അത് ഉള്ളറയിലില്ല, അത് പുറമെയാണ്. അതങ്ങനെ വരാൻ കാരണം നമുക്ക് എന്തോ വലിയൊരു ഷോക്ക് സംഭവിച്ചപ്പോഴാണ് നമ്മൾ കൂടി നിർത്തണം തീരുമാനിച്ചത്. ആ ഷോക്കിന്റെ ആ പ്രശ്നം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബോധ മനസ്സിൽ ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളറകളിൽ കിടക്കുന്നത് കുടിക്കാതിരിക്കാനുള്ള ചിന്തയല്ല, മറിച്ച് കുടിക്കണം എന്നുള്ള ചിന്തയാണ്. ഉള്ളറയിൽ അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെയാണ് ചേഞ്ച് വരിക എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് ശരിക്കും നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതും അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 90 days മതി.
ആ ഒരു പ്രോഗ്രാമിങ് നടത്താൻ അതെങ്ങനെ ശരിയായ രീതിയിൽ നടക്കുകയാണെങ്കിൽ ആ ഒരു വിശ്വാസത്തെ മാറ്റി വേറെ ഒരു വിശ്വാസത്തെ പ്രതിഷ്ഠിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ 90% മതി, നമുക്ക് മാറ്റിയെടുക്കാൻ. ഇനി അതല്ല, ആത്മാർത്ഥം ഇല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ആ സാധനം അവിടെ പുനഃപ്രതിഷ്ഠ നടക്കില്ല. നമ്മളുടെ കുറ്റം കൊണ്ടല്ലാതെ ഏതെങ്കിലും അപ്രതീക്ഷിത കുഴപ്പം സംഭവിക്കുന്നത് വരെ സൗഖ്യത്തിന് മേൽ വെച്ചിരിക്കുന്ന ഉപാധികൾ ചിലപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞെന്ന് വരില്ല. നമ്മളെ സൗഖ്യം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ കുറെ ഉപാധികളൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഉപാധി അവരെ കുറെ എങ്കിലും വെച്ചിട്ടുണ്ട്. നമ്മുടെ എന്തെങ്കിലും ഒരു അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിക്കുന്നോളം വരെ നമുക്കത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ചില ആൾക്കാര് ഒന്ന് റിലാക്സ് ആയിട്ട് കയറി വരുന്ന ആൾക്കാർ കുറേയും കൂടി ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ അകത്ത് നിൽക്കും. കാരണം ആ റിലാക്സ് ആവാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ഇതുപോലെ എന്തൊക്കെയോ ഒരു ചിന്തയാണ്. അയാളുടെ ഉള്ളിലേക്ക് അയാൾ കൊടുത്തിട്ടില്ല. അയാളൊരു മദ്യാസക്ത രോഗിയാണെന്നും അയാൾക്ക് ഇനിയുള്ള ജീവിതകാലത്ത് ഒരിക്കലും മദ്യപിക്കാൻ അയാൾക്ക് നിയന്ത്രിച്ച് മദ്യപിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ആത്മാർത്ഥമായി വിശ്വസിച്ച ആൾക്കാർ കുടിക്കാൻ പോകുന്നില്ല. പക്ഷെ അങ്ങനെ ഒന്നുമില്ല എന്ന് വിശ്വാസം കൊണ്ട് നടക്കുകയും അത് ഉള്ളിലേക്ക് ഞാനൊരു മദ്യാസക്ത രോഗിയാണെന്ന് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവര് ചിലപ്പോൾ ഒരു അപ്രതീക്ഷിതമായ സംഭവം വരുമ്പോൾ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴതാ ഓർക്കാപ്പുറത്ത് ദൗർഭാഗ്യകരമായ എന്തെങ്കിലും സംഭവിക്കുന്നു. ഇത് സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും നമ്മൾ കരുതിയിരുന്നില്ല. റിലാപ്സ് ആയി പോയ പല ആൾക്കാരോടും സംസാരിച്ചപ്പോൾ അവര് പറയുന്നത് ബോധപൂർവമല്ല അവർക്ക് ഇതെല്ലാം സംഭവിച്ചത്. ആ പെട്ടെന്നൊരു സംഗതി വന്നപ്പോ കുടിക്കണം എന്ന് തോന്നി, അതങ്ങോട്ട് പോയി കുടിച്ചു. പക്ഷെ കുടിച്ചപ്പോഴൊക്കെ അവര് ഒരുപാട് കുടിക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ് ആയിരിക്കാം അങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഞെട്ടിപ്പിക്കുന്ന നിരാശാജനകമായ സംഭവത്തെ അഭിമുഖീകരിക്കുമ്പോൾ അല്പം മദ്യം കഴിക്കാമെന്ന ചിന്ത സ്വാഭാവികമാണ്. ഒരു ഞെട്ടിപ്പിക്കുന്ന നിരാശാജനകമായ സംഭവം. ഈ നിരാശാജനകമായ സംഭവം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കണേ? ബോധ മനസ്സില് ഒരു ചാഞ്ചല്യം വരുന്നു, ഡിസ്റ്റർബൻസ് വരുന്നു, ഒരു അസന്തുലിതാവസ്ഥ വരുന്നു. അപ്പോ എന്ത് ചെയ്യണം എന്നുള്ള ഒരു അന്തോ കുന്തോ ഇല്ലാണ്ട് ചിന്ത പോലും ലെവലാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയും തലകും ബലകും നടക്കുകയൊക്കെ ചെയ്യും. അപ്പോ അസ്വസ്ഥനാണ്, മനസ്സ് മൊത്തം അസ്വസ്ഥമാണ്. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ മതി. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ചിന്ത എന്താന്ന് വെച്ചാൽ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് 2 പെഗ് അടിച്ചിട്ടാണ്. 2 പെഗ്, 2 പെഗ് അല്ലെങ്കിൽ 2.5 പെഗ്, മാക്സിമം 3 പെഗ് അതടിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തിരുന്നത്. ഏതെങ്കിലും ഒരാള് ബാറിലേക്ക് പോയത്, മദ്യപിക്കാൻ പോയത് പൈന്റ് അടിക്കാൻ പോയിട്ടില്ല. ഒരാൾ പോലും ഇതുവരെയും ബാറിൽ പൈന്റ് അടിക്കാനോ 500 അടിക്കാനോ പോയിട്ടില്ല. എല്ലാവരും പോയിട്ടുള്ളത് 2 പെഗ് അടിക്കാനാണ്. കാരണം ഈ 2 പെഗ് നമുക്ക് അനുകൂലമായ മനോഹരമായ അനുഭവം ഉണ്ടാക്കി തന്ന ഒരു ചിന്ത ആദ്യ കാലത്ത് കുടിച്ചപ്പോൾ ഉണ്ടായ ആ മനോഹരമായ ചിന്തയാണ് ഇപ്പോഴും നമ്മളുടെ ഉള്ളറകളിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും കുടിക്കാൻ പോകുന്ന ഒരാളും എത്ര വലിയ മദ്യാസക്ത രോഗിയാണെ പോലും കുടിക്കാൻ പോകുമ്പോൾ അയാൾ വിചാരിക്കുന്നത് 2 പെഗ് അടിക്കാമെന്നാണ്. പക്ഷെ അയാൾ 2 പെഗ് അടിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ആ 2 പെഗ് അടിക്കുമ്പോൾ കിട്ടുന്ന ആ സംഗതി കിട്ടുന്നില്ല. അപ്പോൾ വീണ്ടും 1 പെഗ് കൂടെ അടിക്കുന്നു. എന്നിട്ടും ആ സംഗതി കിട്ടുന്നില്ല. അപ്പോൾ 1 പെഗ് കൂടെ അടിക്കുന്നു. അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ 2 പെഗ് അടിക്കുമ്പോൾ കിട്ടുന്ന സംഗതി കിട്ടാൻ വേണ്ടി വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരറിയുന്നതേ ഇല്ല ഈ 2 പെഗ് അന്ന് അടിച്ചപ്പോ കിട്ടിയ ആ ഒരു സന്തോഷം ജീവിതകാലത്ത് ഇനി കിട്ടിയല്ല എന്നുള്ള വിവരം മനസ്സിലാക്കുന്നില്ല. കാരണം മദ്യം അകത്ത് ചെല്ലുമ്പോ ആദ്യ കാലത്ത് തലച്ചോറില് തലയില് ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിച്ചിരുന്നു.
ആ ഡോപ്പാമിനാണ് തലയിൽ ഭയങ്കരമായ ഒരു എനർജി ഉണ്ടാക്കിയത്. ആ എനർജി ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ തലയ്ക്ക് പിടിച്ചു എന്ന് പറയുക. ഒരു പെഗ് അടിച്ചു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും തലയ്ക്ക് പിടിച്ചു എന്ന് പറയുന്നത് തലച്ചോറില് ഈ ഡോപ്പാമിന്റെ ഉൽപാദനം വളരെ പെട്ടെന്ന് നടന്നത് കൊണ്ടാണ്. ആ തലയ്ക്ക് പിടിക്കുന്ന ആ സമയത്തുണ്ടാവുന്ന രസകരമായ ഒരു ആനന്ദം, അത്ഭുതകരമായ ഒരു ആനന്ദം അനുഭവിച്ചവരാണ് നമ്മൾ. അപ്പോൾ 1 2 പെഗടിക്കുമ്പോൾ തലയിൽ ഇത്ര മാത്രം എനർജി കിട്ടുന്ന ഒരു സംഗതി ഉണ്ട്, ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിച്ചിട്ട്. പക്ഷേ കാലം കുറച്ച് കഴിഞ്ഞോടുകൂടി ഈ കുടി ഒരു തുറന്നു വന്നതോടുകൂടി ഈ മദ്യം കൊണ്ട് ഈ ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടി അവസാനിച്ചു പോയി. മദ്യം ഈ എനർജൈസർ ആവുന്ന ആ പ്രവർത്തനം തലയിൽ നിലച്ചുപോയി. അതുകൊണ്ട് ഈ മദ്യം അകത്ത് ചെന്നാലും ഇത് തലയിലേക്ക് എത്തി അവിടെ ഈ ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ട് അവിടെ ഒരു എനർജി ഉണ്ടാവുന്നില്ല, തലയ്ക്ക് പിടിക്കുന്നില്ല. 2 കഴിച്ചാൽ തലയ്ക്ക് പിടിക്കുമായിരുന്നു, ഇതിപ്പോ 3 കഴിച്ചിട്ടും തലയിലേക്ക് കയറുന്നില്ലെന്ന്. അപ്പോൾ ഒരെണ്ണം കൂടി കഴിച്ചു നോക്കുന്നു. നമുക്കറിയാലോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് പിടിക്കും എന്നുള്ളത്. പക്ഷെ ഇത് കുടിച്ചിട്ട് തലയ്ക്ക് പിടിക്കണില്ല. അപ്പോൾ വീണ്ടും അടിച്ചു നോക്കുന്നു, തലയ്ക്ക് പിടിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ശരീരം കുഴഞ്ഞു പോകുന്നു, അപ്പോഴും തലയ്ക്ക് പിടിക്കുന്നില്ല. അങ്ങനെ തലയ്ക്ക് പിടിക്കുക എന്ന ആ പ്രക്രിയ നമ്മളുടെ ശരീരത്തിൽ നിന്ന് അസ്തമിച്ചു പോയി. ഈ മദ്യം ഉപയോഗിച്ച് ഇനി അത് സാധ്യമല്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് കിട്ടാൻ വേണ്ടി വീണ്ടും 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 അടിക്കുന്നു. അത് കിട്ടാൻ 2 പെഗ് അടിച്ചാൽ മതിയായിരുന്നു. ആ 2 പെഗ് അടിക്കാനാണ് പിന്നെയും നമ്മൾ പോണത്. പക്ഷെ അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ നിരാശരാകുന്നു. ഈ സാധനത്തിന്റെ മോശം കൊണ്ടാണ്, ബ്രാൻഡ് മോശം കൊണ്ടാണ്, വെള്ളം കൂട്ടിയത് കൊണ്ടാണ്, സോഡ കൂട്ടിയത് കൊണ്ടാണ്, അതല്ലെങ്കിൽ വേണ്ടത്ര അളവില്ലാത്തത് കൊണ്ടാണ് എന്നുള്ള ചിന്തയോടുകൂടി വീണ്ടും വീണ്ടും സാധനങ്ങളൊക്കെ മാറ്റി മാറ്റി നോക്കുന്നു. ഒരു രക്ഷയും കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ അവശനാകുന്നു. എന്നിട്ട് ആടി ആടി വീട്ടിലേക്ക് വരുന്നു. എന്നിട്ടും നമുക്ക് ആ ഒരു ഡോപ്പാമിന്റെ എഫക്റ്റ് കിട്ടിയിട്ടില്ല. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങണു, ക്ഷീണിതനായി കിടന്നുറങ്ങണു. ശരീരമാകെ കുഴഞ്ഞു പോകുന്നു, നമ്മൾ അറിയുന്നേ ഇല്ല. കാരണം നമ്മൾക്ക് ആ കുടിക്കുമ്പോ കിട്ടേണ്ട ആ ഒരു സംഗതി കിട്ടിയിട്ടില്ലല്ലോ. പക്ഷെ ശരീരം കുഴഞ്ഞു പോകുന്നു. വീണ്ടും നാളെ രാവിലെ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ വീണ്ടും ഇത് തന്നെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം. അത് കിട്ടും, അത് കിട്ടും, കാരണം അത് കിട്ടിയിട്ടുണ്ടല്ലോ. പക്ഷെ അത് കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മളുടെ ശരീരം മാറിപ്പോയി എന്നുള്ള വിവരം എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും ഓർക്കാതെ പോകുന്നതാണ്. ആ ഒരു ചിന്ത നമ്മളിൽ ശക്തമായിട്ടങ്ങ് വന്നാല് ആ 2 പെഗ് അടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു തലക്ക് പിടിക്കൽ ഇനി നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല, ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് വെറുതെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഗതി, ശരീരം കുഴഞ്ഞു പോകുന്ന ഒരു സംഗതിയാണ് ഇത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പരീക്ഷണത്തിന് നിൽക്കാതെ നമുക്ക് സുബോധത്തോടെ നിലനിൽക്കാൻ സാധിക്കും. ഏതായാലും ഓർക്കാപ്പുറത്ത് ദൗർഭാഗ്യം എന്താ സംഭവിക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. ഒരു ഞെട്ടിപ്പിക്കുന്ന നിരാശാജനകമായ സംഭവത്തെ അഭിമുഖീകരിക്കുമ്പോൾ അല്പം മദ്യം കഴിക്കാമെന്ന ചിന്ത സ്വാഭാവികമാണ്. പ്രതീക്ഷിച്ച ജോലിയോ ശമ്പള വർധനയോ അല്ലെങ്കിൽ ഉദ്യോഗ കയറ്റമോ കിട്ടാതെ വരിക, പ്രണയ ജീവിതം തകരുക, ആരെങ്കിലും അപമര്യാദയായി പെരുമാറുക എന്നിങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മളുടെ എനർജി താഴ്ന്നു പോകുന്നു. മനസ്സിലെ നെഗറ്റീവ്സ് വരുന്ന സമയത്ത് ഈ എനർജൈസർ തലച്ചോറിൽ വർക്ക് ചെയ്യല. മാത്രമല്ല അവിടെ ഒരു നെഗറ്റീവ് എനർജി വരുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിലെ എല്ലാ ശക്തിയും ചോർന്നു പോകും. എന്തെങ്കിലും ഒരു, അതായത് നെഗറ്റീവ് ഇമോഷൻസ് വന്നാലും മതി. അതായത് ഭയം വരിക, ദേഷ്യം വരിക, സങ്കടം വരിക, ഉത്കണ്ഠ വരിക, അത്യാഗ്രഹം വരിക, അലസത വരിക, അങ്ങനെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഇമോഷൻ വന്നാൽ നമ്മുടെ മനസ്സിന്റെ എനർജി താഴ്ന്നു പോകും. ആ എനർജി താഴ്ന്നു പോകുമ്പോൾ മനസ്സിനെ ഒന്ന് എനർജൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര വിചാരിച്ചിട്ടും നടക്കുന്നില്ല. ആ സമയത്ത്
നമ്മൾക്ക് എനർജി ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു മാർഗമാണ് മദ്യം. അതുകൊണ്ട് എപ്പോഴാണോ നമ്മളുടെ മനസ്സിന്റെ എനർജി താഴ്ന്നു പോകുന്നത്, അപ്പോഴേക്കും നമ്മളുടെ ശരീരം ആവശ്യപ്പെടും, നീ ആ സാധനം ഒന്ന് കഴിച്ചു നോക്ക്, നീ ആ സാധനം ഒന്ന് കഴിച്ചാൽ മതി എന്ന് നമ്മളുടെ ശരീരം ഇങ്ങനെ നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ ആവശ്യമാണ് കുടിക്കണം എന്നുള്ള ഇതിലേക്ക് നമ്മൾ പോണത്. അതായത് കുറെ കാരണങ്ങളിലൂടെ പറയുന്നു. ഈ നമ്മുടെ എനർജി പോകുന്നു, ശമ്പള വർധനവ് കിട്ടിയില്ല, ഉദ്യോഗം കിട്ടാതെ വരുന്നു, നിരാശനായി, പ്രണയം തകർന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടം വന്നു, കച്ചവടത്തിൽ എന്തെങ്കിലും നഷ്ടം വന്നു, അല്ലെങ്കിൽ വിചാരിച്ച കാര്യം നടക്കാതെ വന്നു, അപ്പോഴേക്കും നമ്മുടെ എനർജി അങ്ങോട്ട് പോകും. വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാലും എനർജി അങ്ങോട്ട് പോകും. എന്തിനു പറയുന്ന ഒരു വണ്ടീന്റെ ടയർ പഞ്ചർ ആയാലും നമ്മുടെ എനർജി അങ്ങ് പോകും. ഓ, എന്ത് ചെയ്യോ എന്നുള്ള ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എനർജി പോകും. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അല്പം മദ്യപിക്കുന്ന ആഗ്രഹം നമ്മൾ ഉയരുന്നെങ്കിൽ അവിടെ കാണാൻ കഴിയുക, നമ്മളെ മദ്യമുക്തരാക്കി നിലനിർത്താൻ എത്രമാത്രം ബാഹ്യ സാഹചര്യങ്ങളെ നമ്മൾ ആശ്രയിച്ചു എന്ന വസ്തുതയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇത്തരം സംഭവങ്ങളെല്ലാം പുറമേ നടക്കും. അപ്പൊ ഈ കുടിക്കുക എന്നുള്ള ഒരു പ്രക്രിയ നടക്കുന്നത് നമ്മൾ പുറമേ നിന്നുള്ള കുറെ സാഹചര്യങ്ങൾ നമുക്ക് വന്നുപെടുന്ന സാഹചര്യങ്ങളിലാണ് കാരണക്കാരനായിട്ട് വരുന്നത്. ബാഹ്യ സാഹചര്യങ്ങളെ നമ്മൾ ആശ്രയിച്ചു നിൽക്കുന്നു കുടിക്കാനുള്ള കാരണത്തിന് വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ കാരണങ്ങള് പുറത്താണ് നമ്മൾ കാണുന്നത്, ശരിക്കും അകത്താണ് കാരണം. പുറമെയാണ് നമ്മൾ കാരണം എപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഏല് വന്നതിന് ശേഷമാണ് ഇതിന്റെ കാരണം ഒന്നും പുറത്തല്ല, ഇതെല്ലാം അകത്താണ്, എന്റെ ഉള്ളിൽ, എന്റെ ശരീരത്തിലാണ് ഇതിന്റെ കാരണം കിടക്കുന്നത്, പുറമേ അല്ല. അതുകൊണ്ട് മദ്യമുക്തരായി ജീവിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ തലച്ചോറിന്റെ ഏതോ കാണാമടക്കുകൾക്കകത്ത് നമ്മൾ അടക്കം ചെയ്തിരിക്കുന്നു. കുടിക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ട്. ചികിത്സാലയത്തിൽ പോയിട്ടുള്ളവർ തിരിച്ചു വരുമ്പോൾ കുടിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയുണ്ട്. ആ ചിന്ത നമ്മൾ മനസ്സിൽ ഏതോ ഒരു അറയിലേക്ക് അതിനെ മാറ്റി വെച്ചിരിക്കുകയാണ്. തക്കം പാർത്ത് ചാടി വീഴാൻ അത് കാത്തിരിക്കുകയായിരുന്നു. അത് ഒരു മൂലയ്ക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ കുടിക്കണം എന്നുള്ള ചിന്ത വളരെ സജീവമായിട്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ കിടപ്പുണ്ട്. കുടിക്കാൻ പാടില്ല എന്നുള്ള ചിന്ത ആ മൂലയിൽ എവിടെ കിടപ്പുണ്ട്. ഒരു ചെറിയ തക്കം മതി ഈ അതിശക്തനായ ഈ മദ്യാസക്തി തടകുടഞ്ഞെഴുന്നേറ്റ് പത്തി വിടർത്തി ആക്രമിക്കാൻ. അത് കാത്തിരിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു, അതെ സുബോധം മഹത്തരമാണ്, അത് ഞാൻ കാത്തു സൂക്ഷിക്കും. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും, സുബോധം നല്ലതാണ്, സുബോധത്തോട് കൂടി ഇരിക്കണം നല്ലതാണ്, ഞാൻ കാത്തു സൂക്ഷിക്കും. എന്നാൽ തുടർന്നുള്ള മർമ്മരം നമ്മൾ കേട്ടില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും എന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പോകുന്നെങ്കിൽ മാത്രം നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടക്കുമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. കുടിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഈ നീറ്റായി, എല്ലാം കുടി മാറിയോടെ എല്ലാം എന്താ പറയുക പാകത്തിനായി, ഇനി എല്ലാം അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ കുടിക്കാതിരിക്കും. പക്ഷെ കുടിക്കണം എന്നുള്ള ചിന്ത ഉള്ളിൽ എങ്ങനെ കിടപ്പുണ്ടല്ലോ. എന്തെങ്കിലും ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ അത് കയറി ആക്രമിക്കാൻ നിൽക്കുന്നതാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. ഇത്തരം എങ്കിലുകൾ നമ്മൾക്ക് താങ്ങാനാവുന്ന കാര്യങ്ങളല്ല. പുറമേ എന്നുള്ള വരുന്ന കാരണങ്ങൾ നമ്മളൊരു എങ്കിലായിട്ട് എടുക്കുന്നുണ്ട് എങ്കിൽ, അതങ്ങനെയല്ല എങ്കിൽ, ഇതിങ്ങനെ അല്ല എങ്കിൽ എടുക്കുന്നെങ്കിൽ നമുക്കത് താങ്ങാൻ പറ്റുന്ന സാധനമല്ല. ജീവിതം നമ്മളോട് എപ്പോൾ എപ്രകാരം പെരുമാറിയാലും സുബോധം നമ്മൾ നിലനിർത്തിയിരിക്കുന്നു. ജീവിത പ്രശ്നങ്ങൾ, ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉയർച്ച ഉണ്ടാവില്ല, നമുക്ക് എപ്പോഴും പോസിറ്റീവ് ചിന്തയും ഉണ്ടാവില്ല. നമ്മളുടെ ഒരു മനസ്സിന്റെ ഒരു പ്രത്യേകത 95% ചിന്തകളും നെഗറ്റീവാണ് വരിക. അത്ര ചിന്ത നെഗറ്റീവ്. ബോധപൂർവം നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ പോസിറ്റീവ് വരികയേയില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ചിന്തകൾ 95% ചിന്തകൾ നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് ചിന്ത വരുന്നതോടുകൂടി നമ്മളുടെ മനസ്സിന്റെ എനർജി മൊത്തം ഡൗൺ ആവും. മനസ്സിന്റെ എനർജി ഡൗൺ ആവുന്നതോടുകൂടി മനസ്സിന്റെ ശക്തി ക്ഷയിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിന്റെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ഉപബോധ മനസ്സാണ്.
അതായത് ബേസിക് എന്താണോ അവിടെ ഉള്ളത് അതാണ് നമ്മൾ പുറത്തേക്ക് വരിക. അത് ദേഷ്യമാണെങ്കിൽ ദേഷ്യം, ബേസിക് വികാരങ്ങൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അടിസ്ഥാന അത് ചില ആൾക്കാരെ നമുക്ക് നോക്കിയാൽ അറിയാം. ചില ആൾക്കാരുടെ അടിസ്ഥാന വികാരം അസൂയ. അത് ഉള്ളിന്റെ ഉള്ളിൽ അയാൾക്കൊരു അസൂയ ഉണ്ടാവും. ചില ആൾക്കാരുടെ ഉള്ളിന്റെ ഉള്ളില് ഭയമുണ്ടാവും, അടിസ്ഥാന വികാരം. ചില ആൾക്കാർ സങ്കടമായിരിക്കും, ഒരുപാട് സങ്കടപ്പെട്ട്. ചില ആൾക്കാര് ഞാൻ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ചിന്ത, അത് ഉള്ളിൽ അങ്ങനെ കിടക്കും. ചില ആൾക്കാരുടെ ഉള്ളിൽ മാത്രമാണ് അടിസ്ഥാന വികാരം സ്നേഹമായിട്ട് കിടക്കും. സ്നേഹം. അപ്പോ ഈ ബേസിക് ഇമോഷൻ അത് എന്താണെന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഒന്ന് കണ്ടു നോക്കാം. അവിടെ കിടക്കുന്നത് അമർഷമാണോ, അതല്ല നീരസമാണോ, വിദ്വേഷമാണോ, പകയാണോ, വൈരാഗ്യമാണോ, ഭയമാണോ, ഉത്കണ്ഠയാണോ, അത്യാഗ്രഹമാണോ, അസൂയയാണോ, സ്വാർത്ഥതയാണോ? എന്താണ് നമ്മളുടെ ഉള്ളിലെ ഒരു അടിസ്ഥാന വികാരം? അത് നമ്മളിപ്പോൾ പുറമെ കാണിക്കുന്നില്ല. പക്ഷെ ഞാനത് ചെറിയൊരു പഠനമൊക്കെ നടത്തി കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് ചില ആൾക്കാരുമായിട്ട് കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അയാളുടെ അടിസ്ഥാന വികാരം കണ്ടെത്താനുള്ള ചെറിയ ടെക്നിക്കുകളൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാര്യം അയാൾ സ്മാർട്ടായിട്ടായിരിക്കും വർത്താനം പറയുക, പറച്ചിലൊക്കെ നല്ല ഇതായിരിക്കും. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരാളുടെ ബേസിക് ഇമോഷൻ, അയാൾ എങ്ങനെയുള്ള ആളാണ്, അതാണ് അയാൾ എങ്ങനെയുള്ള ആളാണെന്ന്. സ്നേഹമാണോ, സത്യസന്ധനാണോ, അതോ പറ്റിക്കുന്നവനാണോ, ചതിക്കുന്നവനാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. കാരണം അങ്ങനെ ഒരു സാധനം എപ്പോഴെങ്കിലും ഇവരുടെ വർത്തമാനത്തിലോ അല്ലെങ്കിൽ അവരുടെ ആക്ഷനിലോ ഒക്കെ വെളിച്ചത്ത് വരും. ബേസിക്. കാരണം അതിങ്ങനെ ആ ഉള്ളിൽ കിടക്കുകയാണല്ലോ. അപ്പൊ നമ്മളോട് പറയുന്നത്, ആൽക്കഹോളിക് അനോണിമസ് പറയുന്നത്, നമ്മളുടെ ബേസിക് ഇമോഷൻ എല്ലാം ഈ ദൈവത്തിന്റെ ഇമോഷനുമായിട്ട് നമ്മൾ സമരസപ്പെടണം. ആ അതിലേക്ക് നമ്മൾ വളരണം. ദൈവം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്ത് കേട്ടാലും ഒരു വികാരം ഉണ്ടാവില്ല പ്രത്യേകിച്ച്. പക്ഷെ സ്നേഹം നിറഞ്ഞിരിക്കുന്ന ഒരു രൂപമാണ് ദൈവം എന്നാണ്. സ്നേഹസമ്പന്നനാണ്. മറ്റെന്ത് കേട്ടാലും ഈ ദൈവത്തിന് ഒരു കുരുക്കുണ്ടാകും. അതായത് നെഗറ്റീവ് അങ്ങോട്ട് കേറുന്നില്ല. ശരിക്കും അതാണ് നമ്മുടെ ഒരു മോഡൽ. ആ മോഡലിലേക്കാണ് നമ്മുടെ മനസ്സും ഉയർന്നു വരേണ്ടത്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഒരെങ്കിലും നമുക്ക് പ്രശ്നമില്ലാതിരിക്കുന്നുള്ളൂ. മദ്യാസക്ത രോഗികളല്ലാത്തവർ നമ്മളുടെ സുബോധത്തെ വിലമതിക്കുന്നുവോ ഇല്ലയോ എന്ന കാര്യം ഇവിടെ പ്രസക്തമല്ല. മദ്യാസക്ത രോഗമില്ലാത്തവർ നമ്മളെ വിലമതിക്കുക. ചില ആൾക്കാർക്ക് ഭയങ്കരമായ ഒരു തോന്നലാണുള്ളത്, ഈ എന്നെ ഒരു പ്രധാനിയായിട്ട് കാണും. ഞാനൊരു പ്രധാനിയാണ്. എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു ആഗ്രഹമാണ് കേട്ടോ, ഞാനൊരു പ്രധാനിയാണ് എന്ന് എല്ലാവർക്കും തോന്നും. ഞാൻ പറയാം, അല്ലെങ്കിൽ എനിക്കറിയാം ഞാനൊരു സംഭവമാണ്, പ്രധാനപ്പെട്ട ആളാണ്. അപ്പൊ മറ്റുള്ളവരൊക്കെ എൻ്റെ പ്രാധാന്യത്തെ അംഗീകരിച്ചു തരുമ്പോഴാണ് എന്നെ ഒന്ന് പ്രശംസിക്കുക, എന്നെ ഒന്ന് അംഗീകരിക്കുക, എന്നെ ഒന്ന് ഹായ് എന്ന് പറയുക, നന്നായിട്ടുണ്ടെന്ന് പറയുക. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മിക്കവാറും മനുഷ്യരെല്ലാവരും തന്നെ. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സുബോധത്തെ നമ്മളിങ്ങനെ കുടിക്കാതിരിക്കുന്നതിനെ ആരെങ്കിലും വിലമതിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നുകൂടെ പ്രസക്തമല്ല. ഞാൻ കുടിക്കാതിരിക്കുന്നത് എന്തേ ആൾക്കാരൊന്നും അംഗീകരിക്കാത്ത, എന്താ നല്ലതെന്ന് പറയാത്ത? ഞാൻ കുടിച്ചോണ്ടിരിക്കുമ്പോ എല്ലാവരും കുറ്റം പറയായിരുന്നല്ലോ, ഇപ്പൊ ഞാൻ കുടിക്കാണ്ടിരിക്കുന്നുണ്ട്, ഇതാരും അംഗീകരിക്കുന്നില്ലല്ലോ എന്ന ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് അപകടകരമാണ്. അതൊന്നും നമ്മളുടെ പ്രസക്തമല്ല. മറ്റെല്ലാത്തിൽ നിന്നും സ്വതന്ത്രമായി നമ്മളുടെ സുബോധം നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, അതാര് അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ. ഇവിടെയാണ് നമ്മളുടെ മനസാക്ഷിയോട് നമ്മൾക്ക് ആകെ കൂടി ബോധ്യപ്പെടുത്താനുള്ളത് നമ്മളോട് മാത്രം. നമ്മൾക്ക് ഈ സമൂഹത്തിലുള്ള വ്യത്യസ്ത ചിന്താഗതി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ പോലെ ചിന്തിക്കുന്നത് ലോകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ.
ഈ കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ചിന്തിക്കുന്നത് എനിക്ക് അനുകൂലമായിരിക്കണം എന്ന് വിചാരിക്കുന്നത് മഹാമണ്ഡത്തിലല്ലേ. അവരൊക്കെ അവർക്ക് അനുകൂലമായിട്ടാണ് ചിന്തിക്കുക. എന്നിട്ട് ഞാൻ സുബോധത്തോടു കൂടിയിരിക്കുന്നത് അംഗീകരിക്കണം എന്ന് നമ്മൾ വിചാരിക്കേണ്ട യാതൊരു കാര്യം അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല, നടക്കാനും പോകുന്നില്ല. ചിലപ്പോൾ ഭാഗ്യവശാൽ ആരെങ്കിലും ഒന്ന് അഭിനന്ദിച്ചേക്കാം, നന്നായി എന്ന് പറഞ്ഞേക്കാം. അല്ലാതെ കണ്ണി കണ്ടവരെല്ലാവരും ഞാനൊരു വലിയ മഹാസംഭവം ചെയ്ത് അല്ലെ എന്ത് അംഗീകരിക്കാത്തതെന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ എന്റെ സുബോധത്തിന്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ്. അത് ആരെങ്കിലും അഭിനന്ദിച്ചാലും ഇല്ലെങ്കിലും കണ്ടാലും ഇല്ലെങ്കിലും അതെന്റെ മാത്രം കാര്യമാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റു വ്യക്തികളുമായുള്ള കെട്ടുപാടുകളിലോ ഉപാധികളിലോ പരിരക്ഷകളിലോ സാധ്യമായ ഒഴിഞ്ഞുമാറൽ തന്ത്രങ്ങളിലോ വ്യവസ്ഥകളിലോ അതിനെ കുരുക്കിയിടാൻ പാടില്ല. നമ്മുടെ സുബോധവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു സംഗതിയിലേക്കും കൊണ്ടേ കുരുക്കാൻ പാടില്ല. എന്തൊക്കെയാണ് പറഞ്ഞത്? മറ്റു വ്യക്തികളുമായുള്ള കെട്ടുപാടുകളുടെ പേരിൽ ഞാൻ കുടിക്കാൻ പോകാൻ പാടില്ല. മറ്റു വ്യക്തികൾ എന്നെ രക്ഷിക്കും, അവരെന്നെ സഹായിക്കും എന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരുന്ന് ഞാൻ പൈസ വായ്പ വെച്ചപ്പോ എനിക്ക് തന്നില്ല, അതുകൊണ്ട് ഞാൻ കുടിച്ചു പോയി. അപ്പൊ അവരുടെ പരിരക്ഷയിലാണ് എന്റെ കുടിയുടെ കടിഞ്ഞാണെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. സാധ്യമായ ഒഴിഞ്ഞുമാറൽ തന്ത്രങ്ങൾ, ഒഴികഴിവിന്റെ ഉസ്താദന്മാരാണല്ലോ നമ്മൾ. അതുകൊണ്ട് അങ്ങനെ ഉള്ളവരൊപ്പം അതിനൊന്നും നമ്മൾ കുരുക്കിയിടാതെ ഒരു തരത്തിലും മാറ്റാൻ കഴിയാത്ത ഒരു രോഗം മീൻസ് രോഗം എന്ന് പറയുന്നത് അങ്ങനെ യോജിക്കാത്ത ഒരു പ്രകൃതമായി എന്റെ ശരീരം പരിണമിച്ചിരിക്കുന്നു. അതാണ് രോഗാവസ്ഥ എന്ന് പറയുന്നത്. മദ്യവും ഞാനുമായിട്ട് സൂട്ടാവാത്ത ഒരു പ്രകൃതമാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത്. ഞാൻ ജന്മനാ ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ അങ്ങനെയുള്ളതാ. പിന്നെയോ എന്റെ ഉപയോഗം മൂലം എന്റെ ശരീരത്തെ ഒരു രാസപരിവർത്തനം നടന്ന ശേഷമുള്ള ഒരു ശരീരമാണ്. അപ്പൊ അങ്ങനെ പരിണമിച്ച ഒരു ശരീരമായതുകൊണ്ട് ഒരു കാരണവശാലും ഇനി ഒരു നിയന്ത്രിച്ച ഒരു മദ്യപാനത്തിന് യോജിച്ച ഒരു ശരീരം എന്റെ കയ്യിലില്ല. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതല്ലാതെ ഈ പുറമേയുള്ള ഘടകങ്ങളെ ഒക്കെ നമ്മൾ കാരണമാക്കി വെക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കും. ഒരെണ്ണം മാറി വേറെ വന്നുകൊണ്ടിരിക്കും. ആവർത്തിച്ച് ഞങ്ങൾ കണ്ടുവരുന്നത് നമ്മൾക്ക് വേണ്ടിയല്ലാതെ ഭാര്യ, ഭർത്താവ്, മക്കൾ, കാമുകി കാമുകന്മാർ, മാതാപിതാക്കൾ, മറ്റൊരു ബന്ധു, സുഹൃത്ത് എന്നിങ്ങനെ മറ്റാർക്കു വേണ്ടിയോ അല്ലെങ്കിൽ ഒരു തൊഴിലിനു വേണ്ടിയോ അതുമല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ, ഡോക്ടർ, ന്യായാധിപൻ, പണം കടം തന്ന വ്യക്തി എന്നിങ്ങനെ ആരെയെങ്കിലും പ്രീതിപ്പെടുത്താനോ ഒരു നീണ്ട കാലയളവിലേക്ക് സുബോധം നിലനിർത്തുക അസാധ്യമാണ്. മേലധികാരി പറഞ്ഞു ഇനി കുടിക്കരുത്, നിന്നെ കുടിച്ചാൽ സസ്പെൻഡ് ചെയ്യും. അങ്ങനെ നമ്മൾ മേലധികാരിൻ്റെത് കേട്ടിട്ട് കുറച്ചു കാലമൊക്കെ കുടിക്കാതിരിക്കും. അത് നിലനിൽക്കാൻ സാധ്യതയില്ല. അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, ഭാര്യ പറഞ്ഞു, മക്കള് പറഞ്ഞു, ചിലപ്പോ അവർക്ക് വേണ്ടി അവരോടുള്ള സ്നേഹം കാരണം നിങ്ങളത് പറഞ്ഞത് കൊണ്ട് ഞാൻ കുടിക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ ഞാൻ കുടിക്കുന്ന ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് കുടിയൊക്കെ നിർത്തിവെക്കാം. പക്ഷേ അതും അധികം കാലം നിലനിൽക്കില്ല. ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ബന്ധുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു കുടിക്കാൻ പാടില്ല, അങ്ങനെ ഡോക്ടർക്ക് വേണ്ടിയാണ് ഞാൻ കുടി നിർത്തിയെങ്കിൽ അതും അധികം കാലം നിൽക്കില്ല. ന്യായാധിപൻ പറഞ്ഞു നീ കുടിച്ചു കഴിഞ്ഞാൽ ജയിലിക്കും. പോലീസുകാര് പറഞ്ഞു നീ കുടിച്ചു കഴിഞ്ഞാൽ എന്നെ ശരിയാക്കി കളയുന്നു. അങ്ങനെ കുടി നിർത്തി പേടിച്ചിട്ട്. അങ്ങനെ ഒരു പേടിച്ചിട്ട് എന്തിനെങ്കിലും പേടിച്ച് കുടി നിർത്തുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഒരു ഘട്ടത്തിൽ ഈ പേടിയില്ലാത്തൊരു അവസരം വരും. അതായത് ഈ നാട് വിട്ട് വേറെ ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ സംഗതി ഒന്നും പേടിക്കേണ്ട കാര്യമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ അയാൾ കുടിക്കും, പേടിച്ചിട്ടാണെങ്കിൽ. ശരീരത്തിൽ ലിവർ സിറോസിസ്, എമ്മിന്റെ ഒരു സുഹൃത്തുണ്ട്, അയാള് ലിവർ സിറോസിസ് ചെറുതായി ബാധിച്ചു, കുടി തുടർന്നുകൊണ്ടിരുന്നു. അപ്പൊ അയാള് ഡോക്ടറെ അടുത്ത് പോയി. അപ്പൊ പറഞ്ഞു ലിവർ സിറോസിസ് ആണ്, ആൽക്കഹോളിസം മൂലമുള്ള ലിവർ സിറോസിസ് ആണ്, കുടിക്കാൻ പാടില്ല. അങ്ങനെ അയാൾ വന്നു, കുറച്ചു കാലം അയാൾ ചികിത്സിച്ചു. ഇങ്ങനെ 3-4 മാസം കഴിഞ്ഞു. അയാൾ വീണ്ടും പോയി ലിവർ പരിശോധിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ലിവർ ഏകദേശം ഓക്കെ.
അപ്പൊ ലിവർ സിറോസിസ് കാരണമല്ലേ ഇയാൾ കുടി നിർത്തിയത്. അപ്പൊ ലിവർ ഏറെക്കുറെ ഓക്കെ ആയെങ്കിൽ പിന്നെ എനിക്ക് കുടിക്കാലോ. ലിവർ ശരിയായി, ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ ആ ഒരു രോഗത്തിന് വേണ്ടിയാണ് ഇയാൾ കുടിക്കാതിരുന്നത് എങ്കിൽ അയാൾ വീണ്ടും കുടിച്ചു പോകും. അപ്പൊ അതിലൊന്നും കുരുക്കിയിടാൻ പാടില്ല. ആവർത്തിച്ച് ഞങ്ങൾക്ക് ഒരു നീണ്ട കാലയളവിലേക്ക് സുബോധം നിലനിർത്തുക അസാധ്യമാണ്. നമ്മൾക്ക് വേണ്ടി മാത്രം, മറ്റാർക്ക് വേണ്ടിയായാലും അത് സാധ്യമല്ല. ഇവിടെ ഇതിൻ്റെ അകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. അത് എനിക്ക് വേണ്ടി. എന്റെ ജീവിതം എന്റെ മാത്രം കാര്യമാണ്. എന്നെ പോലെ ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്കാണ് ജനിച്ചത്, ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, ഒറ്റയ്ക്കാണ് മരിക്കാൻ പോകുന്നത്. ഞാൻ എന്റെ ജീവിതം ഇവിടെ എന്തെങ്കിലും ഒരു അടയാളപ്പെടുത്തൽ നടത്തണമല്ലോ. ഞാനിവിടെ ജീവിച്ചിരുന്നു എന്നുള്ള ഒരു തെളിവുണ്ടാവണം. അതുകൊണ്ട് എല്ലാവരുടെയും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്ത് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എന്റെ സ്വാതന്ത്ര്യം മറ്റൊരാൾക്ക് അസ്വാതന്ത്ര്യമായി മാറാൻ പാടില്ല. എന്റെ സന്തോഷം ഒരാൾക്ക് സങ്കടമായി വരാൻ പാടില്ല. അപ്പൊ ഞാനൊരു സുഖവും സന്തോഷവും അനുഭവിക്കുമ്പോൾ എന്റെ കൂടെയുള്ളവർക്ക് എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കുടിക്കാതിരിക്കണം. കാരണം ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാവാതെ എന്റെ കൂടി അവസാനിക്കില്ല. ആ രീതിയിലേക്ക് എന്റെ ശരീരം മാറിയിരിക്കുന്നത് കൊണ്ട് എന്റെ സുഖവും സന്തോഷവും നിലനിർത്താൻ വേണ്ടി മറ്റൊരാളെയും ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് മറ്റാർക്ക് വേണ്ടിയായാലും അസാധ്യമല്ല. അതുകൊണ്ട് എന്റെ ഒരു അവസ്ഥ, ശാരീരികാവസ്ഥ അങ്ങനെ ആയിപ്പോയതാണ്. അത് രാസപരിണാമം സംഭവിച്ച ശരീരമാണ്. അല്ലെങ്കിൽ ചേന ചെത്തിയാല് ചൊറിയുന്ന ഒരു ശരീരം പോലെ മദ്യം പറ്റാത്ത ഒരു ശരീരമാണ്. ഈ രീതിയിലൊക്കെ ഞാൻ ദിവസവും ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടും കാര്യമില്ല. അവിടെയാണ് വലിയൊരു അപകടമുള്ളത്. പല ആൾക്കാർക്കും ഇത് മനസ്സിലായി. എനിക്ക് മനസ്സിലായി എന്റെ ശരീരത്തിന് ഇത് പറ്റില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാനൊരു മദ്യാസക്ത രോഗിയാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ടും കാര്യമില്ല. പിന്നെയോ, ഈ മനസ്സിലായ കാര്യം നിരന്തരമായി നമ്മളോട് പറഞ്ഞ് നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് അത് സേവ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മജ്ജയിൽ എത്തുക എന്ന് പറഞ്ഞു. അങ്ങനെ വെക്കാനാണ് നമ്മളോട് ഈ പറഞ്ഞ മീറ്റിംഗ് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. മീറ്റിംഗിൽ പങ്കെടുത്താൽ എന്താ ഗുണം? മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ നമ്മളോട് തന്നെ കുറെ പ്രാവശ്യം പറയുന്നു, ഞാനൊരു മദ്യാസക്ത രോഗിയാണ് എന്ന്. അങ്ങനെയാണ് നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ഈ മദ്യാസക്ത രോഗിയാണ് എന്നുള്ളതിന്റെ തെളിവ് സഹിതം നമ്മൾ അവിടെ സേവ് ചെയ്ത് വെക്കണം. അതല്ല, അതുകൊണ്ടാണ് മീറ്റിംഗ് പോകാത്ത ആൾക്കാർക്കുള്ള പ്രശ്നം. അതായത് ഇയാൾ അറിവ് നേടിയിട്ടുണ്ട്. അതായത് ചികിത്സാലയത്തിൽ നിന്ന് ഇയാൾ അറിവ് നേടി, മദ്യാസക്തി വലിയ പ്രശ്നമാണ്, രോഗമാണ്, അതാണ്, അയാൾക്ക് അറിവ് നേടി കാര്യങ്ങൾ. അത് അയാളുടെ ബോധ മനസ്സിലേ നിൽക്കുന്നുള്ളൂ. അയാൾക്ക് അറിയാം മദ്യാസക്തി രോഗമാണ്. പക്ഷെ അയാളുടെ ഉള്ളിൽ നിന്ന് മദ്യപിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കുന്ന ആ സ്ഥലത്ത് ഇപ്പോഴും രസകരമായ മദ്യപാനത്തെ കുറിച്ചുള്ള ചിത്രമാണ് കിടക്കുന്നത്. അപ്പൊ അത് മാറ്റാത്തോടത്തോളം കാലം ഏതെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് വന്ന അയാൾ പോയി കുടിച്ചു. അതുകൊണ്ടാണ് മീറ്റിങ്ങിൽ നിരന്തരമായി പോകണം എന്ന് പറയുന്നത്. നിരന്തരമായി ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെയാണ് അത് ചെയ്യാനാണ്. ശരിക്കും പറഞ്ഞാൽ 3 കാര്യം പറയുന്നുണ്ട്: അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ അത് ഭൂതം, ഭാവി, വർത്തമാനമാണ്. അതല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എല്ലാത്തിലും ഒരു 3 ഘടകങ്ങളുണ്ട്. അതായത് ഒന്ന് നമ്മളുടെ ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, മറ്റതൊന്ന് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇനി നമ്മൾ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളും നമ്മുടെ ഉള്ളില് ഉണ്ട്. ആ 3 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നല്ല ധാരണ ഉണ്ടായിരിക്കണം. ശരിക്കും പറഞ്ഞാല് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്ന് പറയുന്നതും, സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്നതും, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ഒരു ത്രിത്വം എന്ന് പറഞ്ഞ കുറേ സംഗതികളുണ്ട്. ഈ മനുഷ്യന്റെ മനസ്സിന്റെ 3 തലങ്ങളാണ് ഇതെല്ലാം പ്രതിപാദിക്കുന്നത്: അനുഭവവും ശക്തിയും പ്രതീക്ഷയും. അപ്പൊ ഇത് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ഭൂതകാലം, നമ്മുടെ വർത്തമാനകാലം, നമ്മുടെ ഭാവി കാലം, അങ്ങനെ ഭൂതകാലത്തിൽ നിന്നുള്ള സംഗതികൾ നമ്മൾ വിശകലനം ചെയ്ത് അവിടെ നിന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അനുഭവം എന്ന് പറയുന്നത്.
ഞാൻ മറ്റാരുടെയും അനുഭവം കേട്ടിട്ടില്ല, മറിച്ച് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തിരിച്ചറിവാണ് അനുഭവം. അല്ലാണ്ട് കള്ളുകുടിച്ച അനുഭവമല്ല. കള്ളുകുടിച്ച ഉണ്ടായ ദുരന്തത്തിന്റെ അനുഭവമാണ് നമ്മൾ നിരന്തരമായ. ഞാനൊരു മദ്യാസക്ത രോഗിയാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ അനുഭവം. പിന്നെ എന്റെ ശക്തി എന്റെ ശക്തി ഞാൻ നിരന്തരമായി കൂട്ടായ്മയിലൂടെ പോവുകയും ആ കൂട്ടായ്മയിൽ നിന്ന് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് നിരന്തരമായി ഈ ഒരു റോക്കറ്റ് പായിച്ചുകൊണ്ടേയിരിക്കും. ഞാനൊരു മദ്യാസക്ത രോഗിയാണ് എന്നുള്ള ചിന്ത നമ്മൾ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ മീറ്റിങ്ങിലെ ശക്തിയിൽ എൻ്റെ ഉള്ളിലേക്ക്, അങ്ങനെ എൻ്റെ കൂടെയുള്ള എൻ്റെ ദൈവം എന്നെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന വിജയ, അത് നീ അത് അങ്ങനെ ചെയ്യുന്നു പറഞ്ഞ അതെന്റെ ഒരു ശക്തിയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ഭയങ്കരമായ ശക്തിയെ നമ്മൾ അഭയം പ്രാപിക്കുക. എന്നിട്ടാണ് ഞാൻ ഇനി എന്താണ്, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, സു സുബോധത്തോടു കൂടിയുള്ള സുന്ദരമായ ഒരു ജീവിതമാണ് ഞാൻ ലക്ഷ്യം. മറ്റാർക്കും ബുദ്ധിമുട്ടാവാതെ എൻ്റെ സുഖവും സന്തോഷവും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് എനിക്ക് വേണ്ടത്. ആ സുഖവും സന്തോഷവും ഉറപ്പുവരുത്തുന്ന ഒരു ജീവിതത്തിന് ഒരിക്കലും ഈ മദ്യം അത് അനുകൂലമാവില്ല, അത് തടസ്സമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭൂതകാലത്തേക്ക് തിരിഞ്ഞു നോക്കി ഈ മദ്യത്തെ ഞാൻ വളരെ വില്ലനാക്കി മാറ്റുന്നു. അതിനെ ഞാൻ അവിടെ മദ്യാസക്ത രോഗിയാണെന്ന് ഫിക്സ് ചെയ്യുന്നു. വർത്തമാനകാലത്ത് നമ്മൾ ഈ ശക്തി സംഭരിക്കുന്നു. ദൈവവുമായിട്ടായാലും ശരി, കൂട്ടുകാരായിട്ടായാലും ശരി, ശക്തി സംഭരിക്കുന്നു. എന്നിട്ട് ഞാൻ മെല്ലെ മനോഹരമായ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഭാവിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എൻ്റെ അനുഭവത്തിലുണ്ട്. എന്തൊക്കെ സംഭവിക്കാന്നുള്ളത് ആ അനുഭവങ്ങളെ വിശകലനം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളിൽ അത്തരം അനുഭവങ്ങൾ വരുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കൃത്യമായ രൂപരേഖയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഈ 3 കാലഘട്ടത്തെ അങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. അതല്ലാതെ ഈ ഇത്രയും പ്രോസസ്സ് നമ്മളുടെ മനസ്സിൽ നടത്താതെ നമ്മൾ ഈ പുറമെ ഞാനൊരു മദ്യാസക്ത രോഗിയാണെന്ന് വെറുതെ വെറുമ്പാക്കോടുകൂടി പറയും, ഞാൻ കുടിക്കാതിരിക്കുന്നുള്ളത് അങ്ങനെ ഇരിക്കുകയും ചെയ്യുക, എന്നിട്ട് കുറെ കാരണങ്ങളൊക്കെ കണ്ടെത്തി പറയുകയും ചെയ്യുന്ന ആളാണെങ്കിൽ അത് അധികം കാലം നിലനിൽക്കാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സുബോധം മറ്റേതെങ്കിലും വ്യക്തിയുമായോ, അതൊരു സൗഖ്യം പ്രാപിച്ച മദ്യാസക്ത രോഗിയാണെപ്പോലോ മറ്റേതെങ്കിലും സാഹചര്യത്തോടോ ബന്ധിപ്പിക്കുന്നത് ബുദ്ധിശൂന്യമാണ്, അപകടകരമാണ്. ഒന്നുമായിട്ട് ബന്ധപ്പെടുത്താൻ പാടില്ല എൻ്റെ മദ്യാസക്ത രോഗം. അങ്ങനെയെങ്കിൽ ഞാൻ സുബോധവാനായിരിക്കാം, അല്ലെങ്കിൽ ഇന്നയാൾക്ക് വേണ്ടി ഞാൻ കുടിക്കാതിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ മദ്യമുക്തരാകാനുള്ള നമ്മളുടെ ആഗ്രഹമോ അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്തണമെന്ന താല്പര്യമോ അല്ലാതെ മറ്റെന്തു വ്യവസ്ഥകൾ കൊണ്ട് ഈ പ്രസ്താവന പൂരിപ്പിച്ചാലും സാഹചര്യമോ മറ്റു വ്യക്തികളോ മാറുന്ന അവസരത്തിൽ കുടി വീണ്ടും ആരംഭിക്കാനുള്ള ഒരു തന്ത്രം നമ്മൾ സ്വയം മനഃപൂർവ്വമല്ലാതെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അത്തരം മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ഇന്നിപ്പോ വിചാരിക്കുന്ന പോലെ അല്ല നാളെ നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ട സംഭവങ്ങൾ. അപ്പൊ നാളെ ഫേസ് ചെയ്യണത് നമ്മൾ ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാൻ പോകുന്ന ഒരു സംഭവമാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പെട്ടുകൊണ്ട് പിടച്ചു വെച്ചിരിക്കുന്ന ഒരു എങ്കിലാണ് നാളെ വരുന്നെങ്കിൽ ഞാൻ കുടിച്ചു പോകും. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ബേസിക് ആയിട്ട് ഞാൻ ഉള്ളിലേക്ക് ഞാനൊരു മദ്യാസക്ത രോഗിയാണ് എന്ന്, അതാണ് നമ്മുടെ ഉള്ളിൽ അത് ഉറച്ചു വരിക്കണമെങ്കിൽ നമ്മൾ ഏത് സിറ്റുവേഷനിൽ വന്നാലും നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം വരിക ഞാനൊരു മദ്യാസക്ത രോഗിയാണ്. അതുകൊണ്ട് ഇരിക്കുകയും എന്നിട്ട് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ മദ്യവിമുക്തരാവാനുള്ള നമ്മളുടെ ആഗ്രഹമോ അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്തണമെന്ന താല്പര്യമോ അല്ലാതെ മറ്റെന്ത് വ്യവസ്ഥകൾ കൊണ്ട് ഈ പ്രസ്താവന പൂരിപ്പിച്ചാലും സാഹചര്യമോ മറ്റു വ്യക്തികളോ മാറുന്ന അവസരത്തിൽ കുടി വീണ്ടും ആരംഭിക്കും. ആ ഒരു തന്ത്രം നമ്മൾ സ്വയം മനഃപൂർവ്വമല്ലാതെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നൊന്നല്ല, അതാണ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ. അത്തരം മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാവുകയും എപ്പോഴും സാധ്യതയുണ്ട്. സ്വതന്ത്രമായും മറ്റൊന്നിന്റെയും അനുബന്ധമാകാതെയും എന്തിനേയും ആരെയും അഭിമുഖീകരിക്കാനുള്ള ഒരു കഴിവ് നമ്മൾക്ക് നൽകിക്കൊണ്ട് നമ്മുടെ സുബോധത്തിനെ
ശക്തമായി വളരാൻ കഴിയും. സ്വതന്ത്രമായി മറ്റൊന്നിനെയും അനുബന്ധമാക്കരുത്. ഒന്നിനെയും വേറെ ഒരു സാധനമായിട്ട് കൂട്ടിക്കെട്ടാതെ സ്വതന്ത്രമായിട്ട് എന്തിനേയും അഭിമുഖീകരിക്കാനുള്ള ഒരു കഴിവ്. ഇവിടെയാണ് നമ്മളുടെ എന്താ പറയാ കഴിവ് എന്ന് പറഞ്ഞത്. കഴിവിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ മനസ്സിന് ഒരു ശക്തിയാണ് ഇല്ലാത്തത്. ശക്തി ക്ഷയിക്കും. ഏതെങ്കിലും സംഗതികൾ വന്നു കഴിഞ്ഞാൽ അന്നേരം സംഭവിക്കുന്ന സാധനം നമ്മൾ ആകെ അങ്ങോട്ട് ഡെസ്പ് ആവുകയും ചെയ്യും. ഇറിറ്റേറ്റഡ് ആവുക, നിരാശനാവുക, ഊർജം ചോർന്നു പോവുക, ബോറടിക്കുക, ഒന്നിനും തോന്നാതിരിക്കുക, അസ്വസ്ഥനാവുക എന്ന് പറയുന്നത് ഒരു എനർജി താഴ്ന്ന ഒരവസ്ഥയാണ്. ഈ എനർജി താഴ്ന്നു നിൽക്കുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക ഈ എനർജി ഉയർത്താനാണല്ലോ. ഈ എനർജി ഉയർത്താൻ നമ്മൾ മദ്യപിക്കലാണല്ലോ ചെയ്യുക. ഇത് നമ്മളുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ ഒരു ദിവസം 2ഉം 3ഉം തവണയൊക്കെ എനർജി ലെവല് വല്ലാതെ താന്നു പോകും. ഈ ഷുഗർ ലെവൽ താഴ്ന്നു പോകുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്യും. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ചിന്ത കയറി വരും. ഈ നെഗറ്റീവ് ചിന്ത കയറി വന്ന് അതിന്റെ പുറകെ ഒരു 2 മിനിറ്റ് നിന്നാൽ മതി. അപ്പോഴേക്കും എനർജി ലെവലൊക്കെ പോകും. നമ്മളൊരു പെട്ടെന്നൊരു അസ്വസ്ഥനാവും. ഇപ്പൊ നമുക്ക് അതിന്റെ ടെക്നിക്ക് അറിയാവുന്നത് കൊണ്ട് അത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രൂപ്പില്. ഈ ഞാൻ കയറി മുറിയിൽ കയറി അങ്ങ് കിടക്കും. 4-5 തവണ ശ്വാസം അങ്ങോട്ട് വലിക്കും. ഓരോ ശ്വാസം വലിക്കുമ്പോഴും ഞാൻ ബോധപൂർവം ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ഈ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ആ ഒരു എനർജി ഞാൻ മനസ്സിലേക്ക് ഇതാ വലിച്ചു കയറ്റുന്നു. ആ ശക്തി ഇങ്ങോട്ട് വലിച്ച് 4-5 പ്രാവശ്യം കയറ്റി കഴിഞ്ഞ് അതൊരു സംഗതി ഒരു യാന്ത്രികമാണെങ്കിൽ പോലും ആ ഒരു സങ്കല്പത്തിലൂടെയാണ് ശ്വാസം വലിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ എനർജി കിട്ടുമെന്നുള്ളത് ഞാൻ അനുഭവസ്ഥനാണ്. ഞാൻ സ്ഥിരമായി ചെയ്യുന്ന ഒരു പണിയാണ്. എനർജി ലെവല് താഴ്ന്നു വെക്കുക. ഞാൻ ആരോടും തൽക്കാലം മിണ്ടാതിരിക്കുക. അത് കിടക്കണമെന്നൊന്നുമില്ല കേട്ടോ. എവിടെയെങ്കിലും സ്വസ്ഥമായി ഇരുന്നാൽ മതി. എന്നിട്ട് കണ്ണുകൾ അടച്ച് ബോധപൂർവം ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒരു എനർജിയെ നമ്മൾ ഉള്ളിലേക്ക് കയറ്റുകയാണ് എന്ന് സങ്കല്പിച്ച് ചെയ്തു നോക്കും. തീർച്ചയായിട്ടും ആ ഒരു എനർജി ലെവല് നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയും. ഈ എനർജി എപ്പോ വേണേലും താഴ്ന്നു പോകാം. അതിന് ഏതെങ്കിലും ഒരു നെഗറ്റീവ് വന്നു. അതുകൊണ്ട് സ്വതന്ത്രമായി മറ്റൊന്നിന്റെയും അനുബന്ധമാകാതെയും എന്തിനേയും ആരെയും അഭിമുഖീകരിക്കാനുള്ള കഴിവ് നമുക്ക് നൽകിക്കൊണ്ട് നമ്മളുടെ സുബോധത്തിന് ശക്തമായി വളരാൻ കഴിയും. തീർച്ചയായിട്ടും നമ്മുടെ സുബോധം ശക്തമായി വളരാൻ കഴിയും. നിങ്ങൾക്ക് തുടർന്ന് കാണാൻ കഴിയുന്നത് പോലെ നമ്മൾ ആ മാനസികാവസ്ഥ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളരുന്നു. എന്നിട്ട് നമ്മൾ ഇത് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ വളരേണ്ട ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഒരു സ്നേഹം നിറഞ്ഞിട്ടുള്ള ഒരു മനസ്സാണ്. ശാന്തി നിറഞ്ഞിട്ടുള്ള ഒരു മനസ്സാണ്. എപ്പോഴും ശാന്തമായ, സ്നേഹം നിറഞ്ഞ, ശക്തിയുള്ള, ശാന്തിയുള്ള ഒരു മനസ്സ്. ഈ മനസ്സാണ് നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ശാന്തമായ ഒരു മനസ്സ്. ഏത് സിറ്റുവേഷനെ ശാന്തമായി നേരിടാനുള്ള മനസ്സ്, ഏത് സിറ്റുവേഷനെ നേരിടാനുള്ള ശക്തിയുള്ള ഒരു മനസ്സ്. ഈ 2 സാധനമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്. മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കാനുള്ള പ്രശാന്ത മനസ്സും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റാനുള്ള ധൈര്യവും ശക്തിയും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ 2 സാധനം ഉണ്ടായാൽ മതി. ശാന്തിയും ശക്തിയും. അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അത് ഏത് നേരവും നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ പ്രവഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ബോധപൂർവം നമ്മൾ ശക്തനാണ്, ശാന്തനാണ്, ശക്തനാണ്, ശാന്തനാണ് എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ശക്തിയും ശാന്തിയും നിറയും. അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ പുറമേ നിന്ന് വരുന്ന ഏത് പ്രതിഭാസത്തെയും, ഏത് ഡയലോഗിനെയും, ഏത് സംഗതിയെയും ഒരു സമചിത്തതയോടുകൂടി നോക്കിക്കാണാൻ നമുക്ക് കഴിയും. അതിലേക്കാണ് നമ്മൾ വളരേണ്ടത്. പെട്ടെന്നൊന്നും സാധ്യമല്ല ഇത് എനിക്കറിയാം. ഇപ്പോഴും ചിലപ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആവാറുണ്ട്. പക്ഷെ ഞാൻ തീവ്രമായ ശ്രമത്തിലാണ് ആ ഒരു ലെവലിലേക്ക് വളരുക. അതിനെയാണ് ശരിക്കും ആത്മീയത എന്ന് പറയുന്നത്. അതാണ് ശരിക്കും ദൈവത്തിന്റെ ഇമോഷൻസ്. ദൈവത്തിന്റെ ഇമോഷൻസ് എന്താണ് കണ്ടുപിടിക്കുക. ആ ഇമോഷൻസ് നമ്മളുടെ ഇമോഷൻസ് ആക്കി മാറ്റുക.
അപ്പോഴാണ് നമ്മൾ ആത്മീയതയിലേക്ക് ദൈവവുമായിട്ടുള്ള ഒരു താതാത്മ്യം പ്രാപിക്കും. അങ്ങനെ ആകുമ്പോൾ ഹാപ്പിനെസ് വളരെയധികം കൂടി വർദ്ധിക്കും. ഏത് സിറ്റുവേഷനും നമ്മൾ ഫേസ് ചെയ്യാൻ കഴിയും, സന്തോഷത്തോടു കൂടി ഇരിക്കാൻ കഴിയും, ഭയങ്കര എനർജി ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. വെറുതെ കിടന്ന് ഉറക്കം തൂങ്ങില്ല. നമുക്ക് ആവശ്യമുള്ള ഉറക്കം 5, 6, 7 മണിക്കൂർ ഉറങ്ങിയ ഉറക്കം കഴിയും. അല്ലാത്ത ഒരാൾ പകൽ ഇങ്ങനെ പലവട്ടം പോയി കിടന്ന് ഉറങ്ങും, എനർജി ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ അങ്ങനെ എനർജിയുള്ള ഒരു ആളായി, എപ്പോഴും പ്രസരിപ്പുള്ള ഒരാളായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറെ ടെക്നിക്ക്. അങ്ങനെ നമ്മൾ പ്രസരിപ്പുള്ള ആളായി നിൽക്കുന്നത് ഈ പറഞ്ഞ എനർജി കൊണ്ടാണെങ്കിൽ അവിടെ മദ്യത്തിന് യാതൊരു സ്ഥാനം ഉണ്ടാവില്ല. അവിടെ നമ്മൾ ഉള്ളിലെ ഒരു ചിന്ത കൊടുക്കുന്നു, ഞാനൊരു മദ്യാസക്ത രോഗിയാണ്, മദ്യമല്ല എനിക്ക് എനർജൈസർ ആയിട്ടുള്ളത്. എനിക്ക് എനർജൈസർ ആയിട്ടുള്ളത് ഈ ഈശ്വരനാണ്, എന്റെ ശക്തി ഇവിടെ ഉണ്ട്. അപ്പൊ എനർജൈസറെ നമ്മളൊന്ന് മാറ്റിപ്പിടിച്ചു. അങ്ങനെ മാറ്റിപ്പിടിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരു കാരണവും പുറത്ത് പറയാനില്ല. പുറമേയുള്ള ഒരു കാരണവും നമ്മൾ പറയും ഒരു എങ്കിലും ഇല്ല. അങ്ങനെ നമ്മൾ എങ്കിൽ എന്നുള്ളതിന്റെ തടവറയിൽ നിന്ന് മോചിതനായി സുബോധം നിലനിർത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ടുനിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു വിജയമാഷേ, താങ്ക് യു. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ഈ രാത്രിയിൽ ചെലവഴിച്ചത് വളരെയധികം നന്ദി. അടുത്ത വേറെ ഒരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ദൈവത്തോടെ ആയുസ്സും ആരോഗ്യവും തരുവാനും സ്വഭാവത്തോടെ ആയുസ്സും ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ശുചേട്ടാ, വൈൻഡപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് 13 മിനിറ്റ് കൂടി ഇല്ലേ? ആരും ചോദിച്ചു, ആരെങ്കിലും ചോദ്യങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. മാഷെ, ഞാനൊരു ചോദ്യം ചോദിക്കാം. മാഷെ കേക്കാവോ? ചോദിച്ചോളൂ. എന്റെ പേര് ഷിബു, ഞാൻ ഒരു ആൽക്കഹോളിക് ആണ്. മാഷ് ആദ്യം തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഗ്രൂപ്പിലേക്കൊക്കെ പോകുമ്പോ ഗ്രൂപ്പിൽ ഇങ്ങനെ പഴയ ആളുകൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നു, പുതിയ ആളുകൾക്ക് പരിഗണന കിട്ടുന്നില്ല, അങ്ങനത്തെ ആ ഒരു കാര്യം പറഞ്ഞില്ലേ, അതൊന്നുകൂടി ഒന്ന് വിശദീകരിക്കുമോ? ഏതാ ഗ്രൂപ്പിൽ ചെന്ന് കഴിയുമ്പോഴേ 10 വർഷം 15 വർഷമൊക്കെ ഒരുപാട്, ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ 40-50 വർഷം ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ മാഷ അത് ആദ്യമേ പറഞ്ഞായിരുന്നു, അപ്പൊ നമുക്ക് അവിടെ ഒരു പരിഗണന കിട്ടുന്നില്ല എന്നൊക്കെ പുതുമക്കാരന് തോന്നാൻ സാധ്യതയില്ലേ? അതാണ് മാഷ അന്നേരം ആദ്യം ഒരു പരിഗണന കിട്ടുന്നില്ല. പുതുമക്കാരന് പരിഗണന കിട്ടുന്നില്ല, ഇവരിവിടെ വല്ല ഷോ ഓഫ് നടത്തിക്കൊണ്ടിരിക്കുക എന്നൊക്കെ തോന്നില്ലേ? അതാണ്, അത് ആദ്യമേ പറഞ്ഞായിരുന്നു മാഷ്. അങ്ങനെ നമ്മള് ഓരോ ഇതും വെച്ചിട്ടാണ് ഇരിക്കണമെങ്കിൽ, കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ അകത്തോടെ നടക്കണമെങ്കിൽ, അതുകൊണ്ട് ആ കണ്ടീഷൻ അധികം കാലം ഒന്നും നിലനിൽക്കില്ല. ഇപ്പോ ഒരാള് എന്നെ കൂട്ടിക്കൊണ്ട് പോവാന്ന് വിചാരിക്കാം, മറ്റേ ആള് മീറ്റിങ്ങിന് പോകുമ്പോ എന്നെ വിളിക്കുക. അപ്പൊ ഞാൻ അയാളെ ചട്ടം കെട്ടി, നിങ്ങൾ മീറ്റിങ്ങിന് പോകുമ്പോ എന്നെ വിളിക്കണം കേട്ടോ. അപ്പൊ അയാൾ വിളിക്കാന്നൊക്കെ പറഞ്ഞ് അയാൾ വിളിച്ചോണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉണ്ട്, അയാൾ എന്നെ വിളിച്ചില്ല, എന്നിട്ട് അയാൾ മീറ്റിങ്ങിന് പോവുകയും ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം മുതൽ അയാൾ കുടി തുടങ്ങി. കാരണം അയാളെ വിളിച്ചിട്ടായിരുന്നല്ലോ ഞാൻ പോവല്, അയാൾ ഇത്തവണ എന്നെ വിളിക്കാണ്ട് അയാൾ തന്നെ പോയി. അപ്പൊ അതുമായിട്ട് കൂട്ടിക്കെട്ടി വെച്ചിരിക്കുക അയാളുടെ സുബോധം. മറ്റേ ആള് വിളിച്ചാലാണ് എന്റെ സുബോധം നിലനിൽക്കുക. അയാൾ വേറെ ഏതൊരു വഴിക്ക് പോയി മീറ്റിങ്ങിന് വന്നപ്പോ ആ മീറ്റിങ്ങിന് സമയപ്പോ അവിടെ നിന്ന് കയറിയതാ, ഇയാളെ വിളിക്കാൻ വിട്ടുപോയി. അങ്ങനെ ഉള്ള ഒരു കൂട്ടിക്കെട്ടലാണ്. അതുപോലെ തന്നെ അവിടെ മീറ്റിംഗ് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെയുള്ള ഓരോരുത്തരും, ചിലപ്പോ ഞാന് മീറ്റിംഗ് കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങില് ഞാന് ഒരു അധ്യക്ഷനായിരുന്നു. അപ്പൊ ഒരു 100-150 പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ അധ്യക്ഷനായിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി, അവിടെ കുറച്ച് പേരോടൊക്കെ ലോക്യം പറഞ്ഞു. അപ്പൊ ഏതോ ഒരു ചങ്ങാതി അവിടെ വന്നിട്ടായിരുന്നു. അപ്പൊ നേരത്തെ എന്റെ കൂടെ ഏരുണ്ടായിരുന്ന, അപ്പൊ അയാള് എന്നെ ഹായ് കാണിച്ചു, ഞാനൊരു ഹായ് കാണിച്ചു. അയാള് പിന്നീട് വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചു എന്നെ, കാരണം നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിനി മീറ്റിങ്ങിനും ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാള് പോയി. നിങ്ങളെങ്ങനെ വലിയ ആൾക്കാര് ആണ്,
നമ്മളെന്ത് വലിയ ആൾക്കാര്, നമുക്ക് അവിടെ ഒരു ആകെ 5-10 മിനിറ്റ് കിട്ടിയപ്പോ കണ്ട ആൾക്കാരുമായിട്ട് സംസാരിച്ചു എന്നുള്ളതല്ലാതെ ഇയാളെ കണ്ടിട്ട് പോയിട്ട് ലോഹ്യം പറയണമെന്ന് എന്റെ മനസ്സിൽ അങ്ങനെ ഇല്ലല്ലോ. അയാളുടെ മനസ്സിലുണ്ട് അയാൾ എന്റെ അടുത്തേക്ക് വന്നൊന്ന് ലോഹ്യം പറയണ്ടേ. അയാൾ വന്നിട്ടുമില്ല. അയാള് കൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് വല്ലാതെ ലോഹ്യം പറഞ്ഞിട്ടില്ല എന്നുള്ള പരാതി. അപ്പൊ അങ്ങനെ മറ്റുള്ളവരെ എന്നോട് അങ്ങനെ പെരുമാറണം ഇങ്ങനെ പെരുമാറണം എന്ന് വിചാരിച്ച് മീറ്റിങ്ങിൽ പോയിട്ട് യാതൊരു കാര്യമില്ല. അവിടെ പോകുന്നത്, ഞാൻ പോകുന്നത് എന്റെ സുബോധാവസ്ഥയ്ക്കാണ്. എനിക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാനാണ്. അല്ലാണ്ട് മറ്റുള്ള എല്ലാവരെയും നല്ലവരാക്കാനോ നന്നാക്കാനോ അവരുടെ സ്വഭാവം നന്നാക്കാനോ ആണ് ഞാൻ പോണെങ്കിൽ ഞാൻ എന്റെ സുബോധാവസ്ഥ മറ്റുള്ളവരുടെ പെരുമാറ്റമായിട്ട് കൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. അത് ഒരു കാര്യമില്ല, അത് നടക്കുകയില്ല. ഞാൻ അവിടെ പോയി അതുകൊണ്ടാണ് ഇതൊരു സെൽഫിഷ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ മറ്റുള്ള ആൾക്കാരുടെ ഒരു സ്വഭാവ സവിശേഷതയും എന്റെ സുബോധത്തെ ബാധിക്കുന്നു. എന്റെ പരിപാടി എന്റെ സുബോധം നിലനിർത്തുക എന്നുള്ളതിന് മാത്രമാണ് ഞാൻ അവിടെ പോണത്. അതാണ് എൻ്റെ ഒരു സെൽഫിഷ് പരിപാടി. എന്റെ സുബോധം നിലനിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ കഴിയും, ലോഹ്യം ഉണ്ടാകാൻ കഴിയും. സുബോധത്തിന്റെ കാര്യത്തിൽ വളരെ സെൽഫിഷാണ് ഞാൻ. അത് ഞാൻ ഒന്നിനോടും കൂടി കണക്ട് ചെയ്ത് വെക്കുന്നില്ല. ആൾക്കാരുടെ പെരുമാറ്റ സ്വഭാവവും ഒക്കെ ഒരാള് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇൻസൈഡ് ചെയ്തത് ആണ് വരലെന്ന് പറഞ്ഞിട്ട് അയാൾ പിന്നെ വരലില്ല. എന്താണ് അയാൾക്ക് ഇപ്പൊ അത് നോക്കേണ്ട കാര്യം എന്താണ്? അപ്പൊ അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് കണ്ടുപിടിച്ച് അതിന് പറയാൻ ആയിട്ടാണ് അങ്ങോട്ട് പോകുന്നതെങ്കിൽ അയാളുടെ സുബോധാവസ്ഥ കഷ്ടമായിരിക്കും. അതാണ് ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു, അല്ലേ ഷിബു? അതെ അതെ അതെ, നമുക്ക് കൂടുതൽ പരിഗണന കിട്ടണം അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണയും. ചിലപ്പം ന്യൂ കമർ ആകുമ്പോ എല്ലാ ദിവസവും നമുക്ക് എല്ലാവരെയും ഇങ്ങനെ പരിഗണിക്കാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവരോടും നമ്മൾ സംസാരിക്കുക. നമുക്ക് മനസ്സിലൊന്നും ഇല്ലല്ലോ. നമുക്കിവിടെ ഒരു ബിസിനസ് കച്ചവടമല്ലേ ഉള്ളൂ. അവൻ സുബോധവാനായിട്ടിരിക്കുക, നമ്മൾ സുബോധവാനായിട്ടിരിക്കുക എന്നുള്ള കച്ചവടം മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ചില ആളുകൾ വരുമ്പോ ഇപ്പൊ നമ്മുടെ എനിക്ക് ഈ വിദേശ രാജ്യത്തൊക്കെ പോകുമ്പോഴേ, ഇവിടെ ഞാൻ UK-ലും ഇവിടെ കാനഡയിലും ഒക്കെ മീറ്റിങ്ങിന് പോകുമ്പോ എനിക്ക് ഒരു വേർതിരിവൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. അത് എന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ ഇപ്പൊ വർക്കിംഗ് പ്ലേസിൽ പോലും ചിലപ്പോൾ നമുക്കൊരു ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്താലും AA-യുടെ ഉള്ളിൽ അല്ലെങ്കിൽ ആൽക്കോളിസം ഗ്രൂപ്പിന്റെ ഉള്ളില് ഒരു വേർതിരിവോ നീ ഇന്ത്യക്കാരിലങ്ങ് മാറി നിൽക്കുന്നു അങ്ങനത്തെ ഒരു ഒന്നുമില്ല. പ്രത്യേകിച്ച് ഞാന് കാനഡയില് അതിന്റെ ഗ്രൂപ്പിൽ GSR-ആയി ഇലക്ഷൻ റാൻഡി എന്ന് പറഞ്ഞ ഒരാള് ഞാൻ എനിക്കെല്ലാവരും വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ച് ഞാൻ 2 വർഷം സർവീസും ചെയ്ത്. അപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ സാറ് പറഞ്ഞ വളരെ ഇതാണ്, നമ്മൾ കുറെ എങ്കിലുകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും മുന്നോട്ട് പോകാൻ. ഷിബു ഇപ്പൊ പറഞ്ഞതിന് ഷിബുവിനെ നെഗറ്റീവ് ഫീൽ ചെയ്തില്ല എന്ന് പറയുന്നത് അത് നെഗറ്റീവ് സംഭവങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഷിബു അതിനെ എടുക്കാത്തത് കൊണ്ടാണ്. ഞാനൊരു വേറൊരു ഉദാഹരണം പറയാം. അത് നമ്മൾ നെഗറ്റീവ് അങ്ങനെ എടുത്തിട്ടേ ഇല്ല, നമ്മൾ ആ ഭാഗത്തേക്ക് ചിന്തിച്ചിട്ടില്ല. ഇനി അതല്ല, അത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ. ഒരു ഉദാഹരണത്തിന് ഞങ്ങൾ ഇവിടെ ഒരു ഫിസിക്കലായിട്ട് ഒരു സ്റ്റഡി മീറ്റിംഗ് നടത്തി, ഈ സുബോധ ജീവിത സ്റ്റഡി മീറ്റിംഗ് നടത്തിണ്ട്. ഒരു 3 കൊല്ലം കൊണ്ടാണ് ഈ പുസ്തകം ഞങ്ങൾ പഠിച്ചു തീർത്തത്. അപ്പൊ അതില് വളരെ കാലം മീറ്റിങ്ങിന് വന്നുകൊണ്ടിരുന്ന ഒരാള് ഒരു ദിവസം ഒരു ചോദ്യം ചോദിച്ചു, സംശയം എന്നോട്. അപ്പൊ അതേ സമയത്ത് തന്നെ വേറൊരാളും സംശയം ചോദിച്ചു. ഞാൻ അധ്യക്ഷനായിട്ടിരിക്കുകയാണ്, 2 പേര് സംശയം ചോദിച്ചു. അപ്പൊ ഞാൻ ഒരാളുടെ സംശയത്തിന് മറുപടി പറഞ്ഞു. അപ്പൊ മറ്റേ ആളുടെ സംശയം അവിടെ നിന്നുപോയി. എന്നിട്ട് പിന്നെ ഇയാള് ആ സംശയം 2ാമത് ചോദിച്ചുമില്ല, ഞാൻ അതിനൊട്ട് മറുപടി പറഞ്ഞില്ല. കാരണം മറ്റേ സംശയത്തിന്റെ മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് സമയം എടുത്തു. എന്നിട്ട് ഇദ്ദേഹം പിന്നെ ആ മീറ്റിങ്ങിന് വന്നില്ല. മാത്രമല്ല അദ്ദേഹം എന്ത് ചെയ്തു, പറഞ്ഞുകൊണ്ട് നടന്നു, എന്നെ തീരെ പരിഗണിച്ചില്ല. അയാൾക്ക് വിജയൻ മാഷ്ക്ക് അയാളോട് ഭയങ്കര ഒരു സ്നേഹമുള്ളത് കൊണ്ട്, എന്നെ തീരെ മൈൻഡ് ഇല്ലാത്തത് കൊണ്ട് എന്റെ ചോദ്യത്തിന് പുല്ല് വില കൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അയാള് പിണങ്ങിപ്പോയി. അപ്പൊ സംഗതി എന്തൊക്കെ ആയാലും പിന്നെ അയാൾ മീറ്റിങ്ങിന് വന്നില്ല.
അപ്പൊ ഇത് ഞാൻ അറിഞ്ഞോ അറിയാണ്ട് സംഭവിച്ചൊരു സാധനമാണ്. ഇപ്പൊ ഇത് കഴിഞ്ഞ് കഴിയുമ്പോ എന്നാ പിന്നെ ഞാൻ ഈ ഒരു ചോദ്യം ഒന്നും കൂടെ ചോദിച്ചാൽ ആ പ്രശ്നം തീരാവുന്നുള്ളൂ. മറിച്ച് അയാളുടെ മനസ്സിൽ അങ്ങനെ അതിങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ട് അയാൾ ഒരു കാരണമാക്കി. അതായത് അങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഷിബു ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴും ഒരു നെഗറ്റീവ് കാണാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അത് മാത്രമേ കാണുള്ളൂ. അത് കാണാത്തത് കൊണ്ടാണ് നമ്മൾ അതൊന്നും കാണാത്ത. ഞാൻ ഈ പറഞ്ഞ ഒരു നെഗറ്റീവ് എവിടെയും പോയിട്ട് നോക്കൂല കേട്ടോ. അഹങ്കാരം പറയൊന്നുമില്ല. അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും നല്ലതുണ്ടാവും. നമുക്കൊരു നല്ലത് നോക്കിയാൽ പോരെ. അത് മാത്രമേ ഞാൻ നോക്കുള്ളൂ. അല്ലാണ്ട് അവിടെ ഒരു ഫാൻ കറങ്ങിയില്ലെന്നോ അതല്ലെങ്കിൽ ചായക്ക് മധുരമില്ല എന്നുള്ളതോ ഒന്നും നമ്മൾ ആ ഭാഗത്ത് അങ്ങനെ ഒരു സാധനം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം നമ്മൾ പോയി ഇരിക്കുന്നത് ഈ പറയുന്ന രോഗത്തിന്റെ ശമനത്തിനുള്ള എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് അറിയാനാണ്. അല്ലാതെ അവിടെ നടക്കുന്ന ചടങ്ങില് ഓരോരുത്തർ എന്ത് ചെയ്യുന്നു നോക്കി നടക്കാൻ നിന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് ഉണ്ടാവുള്ളൂ. അത് നമ്മൾ എങ്ങനെ എടുക്കുന്നതനുസരിച്ചാണ് അതൊക്കെ നിൽക്കുക. അവിടെ ഉള്ള സംഭവങ്ങളല്ല യഥാർത്ഥം. ഓക്കെ, വിജയമാഷെ, എൻ്റെ പേര് രാജേഷ്. ഞാനൊരു ആൽക്കഹോളിക്കാണ്. ഞാനിത് ഇവിടെ ഫിസിക്കൽ മീറ്റിങ്ങിനൊക്കെ പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു പ്രിവിലേജും വേണ്ട, ഒന്നുമില്ല. എല്ലാവരും അവരവരുടെ ഭാഗത്ത് വരുന്നു, കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ഹായ് പറയുന്നു, അല്ലെങ്കിൽ ഒരു കൈ കൊടുക്കുന്നു, മീറ്റിംഗ് കഴിയുന്നു, എല്ലാവരും പോകുന്നു. അല്ലാതെ പ്രത്യേകിച്ചൊരു പരിഗണന എന്ന് പറഞ്ഞോ പരിഗണനയും വേണ്ട. ആരും ആരുടെയും കാര്യങ്ങളിൽ പേഴ്സണലായിട്ട് ഇടപെടാറുമില്ല. പക്ഷെ ചില ആൾക്കാർ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ചെല്ലുമ്പം എല്ലാവരെയും കെട്ടിപ്പിടിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചാൽ എല്ലാവരും കെട്ടിപ്പിടിക്കത്തൊന്നുമില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന പരിഗണന ഏത് രീതിയിലാണ് ആ രീതിയിലായിരിക്കും അത് അവിടുന്ന് കിട്ടുന്നത് എന്നാ എൻ്റെ അഭിപ്രായം. വിജയമാഷ പറയും. അതെ, നമ്മളെ അവിടെ ചെല്ലുമ്പോ ചില ആൾക്കാർ കാണാം എല്ലാവരോടും ഭയങ്കര കെട്ടിപ്പിടുത്തൊക്കെ. ആ കെട്ടിപ്പിടിക്കുന്നവരുടെ ഒരു ഉള്ളിലിരിപ്പ് എന്താന്ന് വെച്ചാൽ എല്ലാവരും ഇയാളെ കെട്ടിപ്പിടിക്കണം എന്നാ. ആണ് ഈ എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്ന ഒരാള് അയാള് പ്രതീക്ഷിക്കുന്നത് അയാളെ എല്ലാവരും കെട്ടിപ്പിടിക്കണം എന്നാണ്. അയാളുടെ ഉള്ളിലുള്ളതാണ് അയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമുക്ക് വേണ്ടത് നമുക്ക് അവിടെ ചെന്നിട്ട് ആരുടെ അംഗീകാരം കിട്ടാനല്ലല്ലോ നമ്മൾ ഈ ഗ്രൂപ്പിലേക്ക് പോണത്. നമ്മൾ പോകുന്നത് നമ്മളുടെ ഒരു രോഗശമനത്തിനുള്ള ഒരു ട്രീറ്റ്മെന്റിന് നിലയ്ക്കല്ലേ അവിടെ പോണേ. അപ്പൊ ആ രീതിയിൽ നമ്മൾ അവിടെ പോയി രോഗശമനത്തിനുള്ള ഒരു മരുന്ന് വാങ്ങി പോരുന്നത് പോലെ ഉള്ള ഒരു ഇതോടുകൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് വലിയ നിരാശ ഉണ്ടാവില്ല. അല്ലാതെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവരെന്നെ ഇതാക്കണം, സ്വീകരിക്കണം, എന്നോട് ചോദിക്കണം, എങ്ങനെ കുറെ ഡിമാൻഡും വെച്ചിട്ടാ പോണെങ്കിൽ അതൊന്നും കിട്ടാനും പോകുന്നില്ല, അയാൾ കുടിക്കാനും സാധ്യതയുണ്ട്. ഈ പ്രതീക്ഷയോടെ പോകുന്ന ആൾക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ട് പിന്നെ പോകാൻ തോന്നത്തില്ല. ഹലോ, പറഞ്ഞു മാഷ് ഇപ്പം പറഞ്ഞല്ലോ, മാഷ് ഒരു ചോദ്യം ചോദിച്ച് അപ്പോ മറ്റോർക്ക് തെറ്റിദ്ധാരണ വന്ന് അതിപ്പോ മാഷ് ഓട്ടോമാറ്റിക്കലി വേറെ ആള് പറഞ്ഞിട്ടല്ലേ അറിഞ്ഞത്. അതെ അതെ. അപ്പൊ മാഷ് അങ്ങനെയല്ല, മാഷിക്ക് എന്തെങ്കിലും വിഷമോ അതുപോലെ അത് തെറ്റിദ്ധരുത്താൻ അങ്ങനെ എന്തെങ്കിലും പോയിനോ? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ തിരുത്താൻ പോയില്ല. ഓക്കെ, തെറ്റല്ലോ. ഇതാണ് ഏഴുള്ള പ്രശ്നം. അങ്ങനല്ലേ വിജയമാഷ പറയാൻ പറ്റുമോ? പറഞ്ഞോ. ഞാൻ അമിത മധ്യാസക്തനാണ്. എൻ്റെ പേര് അനൂപ് എന്നാണ്. അനൂപ്. ഞാൻ മാഷ ചെറിയൊരു സംശയമാണ്. ഞാൻ പിന്നെ ഈ മൂഡ് സ്വിങ്സ് എന്നുള്ള സംഭവം ഡെയിലി എനിക്ക് ഉണ്ടാവുന്നുണ്ട്. രാവിലെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഷോപ്പിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് തന്നെ നമ്മൾ അവിടെ ഇരിക്കുന്ന വ്യക്തികളെ ഭയങ്കരമായിട്ട് നമുക്ക് പ്രശ്നം വരുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ ചിന്തിച്ചു വെച്ചു അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ പോകാൻ വേണ്ടി തയ്യാറായിട്ട് പിന്നീട് അത് മുടങ്ങുന്ന ഒരു അവസ്ഥ വെച്ചാൽ ഒന്നാമത് ഭയങ്കരമായിട്ട് മടി ഫീൽ ചെയ്യുന്ന പോലെ തോന്നുന്നു. പിന്നെ അവിടെ പോയിട്ട് ആ പുള്ളിയോട് നമ്മളാണല്ലോ ഇവിടെ വർക്കുകളൊക്കെ ചെയ്യുന്നത്, പിന്നെ ഇയാളെന്തിനു ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത്, നമ്മളാണ് ആ ഒരു അഹങ്കാരം എങ്ങനെ ഇതായിട്ടും പോകുന്നില്ല ശരിക്കും പറഞ്ഞില്ല. അത് ഇടയ്ക്കിടയ്ക്ക് പുള്ളി നമ്മൾ പറയാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് വരിക. അത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അത് ഇങ്ങനെ ഭയങ്കര കൂടി വരുന്നതായി തോന്നും ചില സമയത്ത്. അതിന് എന്തെങ്കിലും കാര്യങ്ങൾ മധ്യാസക്തം എന്നുള്ള രീതിയിൽ അയാള് ചെയ്യുന്ന കാര്യങ്ങള്
ശരിക്കും അയാൾ അവിടെ ഓണർഷിപ്പിൽ നിൽക്കുന്ന, ഓണർഷിപ്പ് പാർട്ണർഷിപ്പിൽ ചെയ്യുന്നതാണ്. പക്ഷെ പുള്ളി ഓണറെ അമ്മ ഭാര്യയുടെ അച്ഛനാണ്. പക്ഷെ പുള്ളി അവിടെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ വർക്കുകളൊക്കെ ചെയ്യുന്ന നമ്മളാണ്. പക്ഷെ എങ്കിലും അയാൾ അങ്ങനെ ഇതാക്കി നമ്മളൊരു ഒരു സംശയത്തിലൂടെ കാണുന്നുണ്ടോ എന്നുള്ള അങ്ങനെ തോന്നിച്ചാൽ ഞാൻ എന്റെ ക്രിയേറ്റീവ് ഞാൻ തീരുമാനിക്കണം അയാളെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഞാൻ തന്നെ മുന്നേ വിധി എഴുതിയാണ്. അപ്പൊ അത് എനിക്ക് നേരത്തെ വരുമ്പോ ചില സമയത്ത് പ്രതികരിക്കുന്ന രീതി എത്തുമ്പോൾ ഞാൻ പരമാവധി കൺട്രോൾ ചെയ്യലാണ്. പക്ഷെ എങ്കിലും അത് എല്ലാ ദിവസവും ഇങ്ങനെ നമുക്ക് മൂഡ് സ്വിങ്സ് എന്നുള്ള സംഭവം ഓരോ നിമിഷത്തിലേക്ക് മാറി 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 വരുന്ന ഒരു അവസ്ഥയിലൊക്കെ ഇല്ല. അത് ഭയങ്കരമായിട്ട് അത് ദ്രോഹം ചെയ്യൂലേ എന്നുള്ള എൻ്റെ ഒരു സുബോധ ജീവിതത്തില്. അത് ചെയ്യോ. ശരിക്കും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നിങ്ങൾ പറഞ്ഞതിന്റെ ഒരു മറുപടി ആണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ നിങ്ങളോട് നമ്മൾ തമ്മിൽ പിണങ്ങാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞത്, എനിക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമല്ല ഒരു തോന്നൽ വന്നു. എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് വർത്തമാനം പറയാന്ന് കരുതുക. നിങ്ങൾക്ക് എന്നോട് യഥാർത്ഥത്തിൽ ഇഷ്ടമില്ലായൊന്നുമില്ല. പക്ഷെ എന്റെ മനസ്സിൽ തോന്നുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് വന്ന് വർത്തമാനം പറയുന്നത് ഈ സാധനം ഉള്ളിൽ വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ വർത്തമാനം അയാൾക്കത് ഫീൽ ചെയ്യും. അങ്ങനെ ഞാൻ 2-3 തവണ ഈ ഫീലിംഗും വെച്ചിട്ടാണ് ഞാൻ അയാളുടെ വർത്തമാനം പറയുന്നതെങ്കിൽ അയാള് നമ്മളിൽ നിന്ന് അകന്നു പോകും. എന്നിട്ട് നമ്മൾ പറയും അത് എനിക്ക് നേരത്തെ അറിയായിരുന്നു, അയാൾക്ക് എന്നോട് ഇഷ്ടമില്ലാന്ന്. യഥാർത്ഥത്തിൽ അത് എന്താ വിജയൻ പക്ഷെ എന്താ വെച്ചാല് അതൊരു പിന്നീട് അങ്ങനെ നമ്മളൊരു പുള്ളി പറഞ്ഞാലും ഓരോ ഉച്ചയ്ക്ക് ശേഷം ആ സംഭവം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് എന്നെ തന്നെ പേടിയുണ്ട്. എന്ന് വെച്ചാൽ ഞാനൊരു പൊട്ടിത്തെറിച്ച പോലെ ആവും. ഒരാളോട് നിരന്തരമായിട്ട് അങ്ങനെ കാണിച്ച് തുടങ്ങിക്കഴിഞ്ഞാല് നമുക്ക്, അതായത് മദ്യാസക്തം എന്നുള്ള രീതിയിൽ എനിക്ക് എന്നെ തന്നെ പേടിയുള്ളത് കൊണ്ട്, അപ്പൊ ഞാൻ എത്രത്തോളം സ്വബോധ ജീവിതം നടന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഈ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുന്നുള്ളത് അവിടെ എന്നെ തന്നെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഞാൻ എല്ലാത്തിനും ക്ഷമ വേണം എന്നുള്ളതും എളിമ വേണം. പക്ഷെ എങ്കിലും എനിക്കത് പേടിയുണ്ട്. എന്നെ കുറിച്ച് തന്നെ എനിക്ക് പേടി. ഞാൻ പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംസാരിക്കുന്നത് രീതി വന്നു കഴിഞ്ഞാല് അവിടെ കഴിഞ്ഞു, പിന്നെ കംപ്ലീറ്റ് കഴിഞ്ഞു. ആ ഒരു ഭയം നിങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അയാളോട് സംസാരിക്കുമ്പോ ഒക്കെ അതിന്റെ വൈബ്രേഷൻ വരും. അതായത് ഒരാളുടെ ചിന്തയുടെ വൈബ്രേഷൻ അയാളുടെ മുഖത്തു നിന്നും അയാളുടെ വാക്കുകളിൽ നിന്നൊക്കെ ഉണ്ടാവും. അപ്പോ നിങ്ങളെയാണ് മറ്റവർക്ക് ഇഷ്ടമില്ലാണ്ടായി മാറുന്നത് യഥാർത്ഥത്തില്. നമ്മൾ അറിയുന്നില്ല അങ്ങനെ ഒരു സംഗതി. ഇപ്പൊ എനിക്കൊരു അനുഭവം ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ പ്രണയബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്നതിന്റെ ഒരു മനഃശാസ്ത്രം അതാണ്. ഇപ്പോ ഏതെങ്കിലും പെണ്ണോ ചെക്കനോ ആയിക്കോട്ടെ, ആ പെണ്ണിന് എന്നോട് ഇഷ്ടം കുറഞ്ഞു തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്ന അന്ന് ഞാൻ അവളോട് വർത്താനം പറയുന്നത് ഇതുവരെ വർത്താനം പറഞ്ഞ രീതിയിലല്ല. ഒരു ടോണ് മാറും. അങ്ങനെ 3-4 വട്ടം ഈ ടോണ് മാറി എന്റെ വർത്താനം കേൾക്കുമ്പോൾ ഓടിട്ടിട്ട് പോകും. ശരിക്കും അത് ഒരു ഭയങ്കര രസകരമായ ഒരു സൈക്കോളജിയാണ്. എന്നിട്ട് ന്യായീകരിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ മറ്റേ കക്ഷി ഒന്നും ചെയ്തിട്ടില്ല. മറ്റേ കക്ഷി അല്ല യഥാർത്ഥം ചെയ്ത. ഈ നമ്മളുടെ ഉള്ളിലുള്ള ചിന്ത കാരണം നമ്മളുടെ മുഖത്തെ ഭാവം മാറും, നമ്മളുടെ വാക്കിന്റെ രീതി മാറും. അതൊക്കെ മാറി ഈ സംശയം കാരണം, ഒരു ഉള്ളിൽ വെറുതെ ഉണ്ടായ ഒരു ചിന്ത കാരണം. അതിനൊറ്റ കാര്യം വെച്ചാൽ അതും കൂടി പറയാം. അത് ഇപ്പൊ നമ്മളവിടെ നിന്നിട്ട് ഞാൻ സീനിയോറിറ്റി എന്നുള്ളത് എന്റെ മനസ്സിലേക്ക് വന്നിട്ട് പിന്നെ പുള്ളി ഒരുത്തരോട് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് വെച്ചാല് ഞാൻ ഇവിടെ ഉണ്ടല്ലോ സീനിയോറിറ്റി ആയിട്ട്, പിന്നെ എന്താ എന്നോട് ഇയാൾ പറയാത്തെ? ആ ഒരു പുള്ളി ഒന്നും ശരിക്കും പറഞ്ഞാൽ അവര് എനിക്ക് വേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഞാനൊരു വർക്ക് ഒരു ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാള് ഒറ്റക്ക് തന്നെ ചെയ്യുന്നില്ലേ ആ പുള്ളിക്കാരെ ചെയ്യുന്നില്ല. പക്ഷെ അത് ഞാൻ എന്നെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നുള്ള രീതിയാണ് എനിക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാല് അത് പ്രശ്നം നമ്മുടെ ചിന്തയിലാണ് യഥാർത്ഥത്തിൽ. അതെ. അപ്പൊ ഇന്ന് ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെ ഷോപ്പിൽ പോകാൻ വേണ്ടി നിന്നിട്ട് 8:45 നിന്നിട്ട് ഞാൻ ഇന്ന് പോയിട്ടില്ല. എനിക്ക് ആദ്യം അങ്ങോട്ട് ആടെ എത്തിയിട്ട് എന്തിനാണ് ഞാൻ ഇത്രയും ഭയങ്കര അധ്വാനിക്കുന്നത്, അതിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഒരു ജോലി പോലും ഇല്ലാണ്ട് എവിടെയെങ്കിലും ജോലിക്ക് കയറണം. ഇന്ന് ഈ ഡി അഡിക്ഷൻ സെന്ററിന്നൊക്കെ മാറി വന്നിട്ട് ഇന്നിപ്പോ ഒരു സുഖകരമായിട്ട് ഒരു ജോലി കിട്ടിയിട്ട് ചെയ്യുമ്പോൾ അതിനെ കുറ്റം പറയുന്ന രീതിയിലേക്ക് അത് ഒഴിവാക്കാനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ആ ജോലി ഇവരോട് ഉടക്കിയിട്ട് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞിട്ട് ഇതാക്കുക എന്നുള്ള ഒരു കാരണാക്കല്ലേ ആ രീതിയിലേക്ക് എത്തുന്ന പോലെ തോന്നുന്നു. ഏതായാലും നാളെ ആ ചിന്തയൊക്കെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കിയിട്ടിട്ട് ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി ഫുൾ എനർജി സെറ്റ് ചെയ്തിട്ട് ഒന്ന് ചിരിച്ച്
കേട്ടോ. നമ്മളിൽ ഒരു മാറ്റം വരുത്തിട്ടൊന്ന് പോയി നോക്ക്. നമുക്ക് എന്നിട്ട് അടുത്ത ആഴ്ച അതിന്റെ റിസൾട്ട് കൊണ്ടൊന്ന് പറയാം. ആ മാഷെ നമ്മുടെ പൈസ പൂർത്തിയാക്കിയില്ല. പൈസ അല്ലെങ്കിൽ പിന്നെ നാളെ പോലെ നമ്മളോട് ഇട്ട് കൂടുതൽ വരുമോ? പൈസ പൂർത്തിയാക്കിയിട്ടില്ല. പൈസ പറ. മാസ് പറഞ്ഞതാ കറക്റ്റ്. അത് വേറൊരാൾ കൂടി വന്ന് മാസ് സത്യം ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അവരെല്ലാം തെറ്റിദ്ധാരണല്ലേ. അല്ല, അത് അവരെന്നോട് ചോദിച്ചില്ല. ആ എന്നോട് ചോദിച്ചില്ല.